പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അസ്വസ്ഥതയുടെ കെട്ടുകൾ അഴിക്കണമേ. യേശുവേ ആരാധന ആരാധന ആരാധന. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആത്മാവേ വർഷിക്കണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഈശോയെ ഞങ്ങളുടെ ആത്മാവിനെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സിനെ, ചിന്തകളെ, വാക്കുകളെ, പ്രവൃത്തികളെ, വികാര വിചാരങ്ങളെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഞങ്ങളുടെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ വിശുദ്ധീകരിക്കണമേ. ഹാലലിയ 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 ഹാലലിയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. അമേൻ 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 അമേൻ. ഹാലലുയ്യ 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 ഹാലലുയ്യ. കണ്ണുകളെ അടച്ച് രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കണ്ണടച്ച് ഈ ഒരു ധ്യാനത്തിലേക്ക് നമ്മളെ വിളിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ വലിയൊരു മാധ്യസ്ഥം നമുക്ക് ഈ സമയം തേടാം. അമ്മയുടെ ജനന തിരുനാളെന്ന് സഭ ആഘോഷിക്കുമ്പോൾ അമ്മേ മാതാവേ, അമ്മയുടെ ജന്മദിന സമ്മാനമായി ഞങ്ങളുടെ എല്ലാ ജീവിതാവസ്ഥകളിലും പാപത്തെ വെറുതെ ഉപേക്ഷിക്കാമെന്നൊരു തീരുമാനം, അമ്മയ്ക്കൊരു ഗിഫ്റ്റ് ഞങ്ങൾ തരിക. തിരിച്ചമ്മയെ, അമ്മയുടെ ജന്മദിനത്തിന് അമ്മ ഞങ്ങൾക്ക് എന്താണമ്മ ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ ധ്യാനത്തിൽ, അത് ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടണമെന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. കൃപ ഒഴുകുന്ന സമയങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന സമയമാണ്. സമർപ്പിച്ചേ, നിങ്ങളുടെ 3 നിയോഗങ്ങളെ സമർപ്പിച്ചേ. ഈശോയോട് ചോദിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന, ഒത്തിരി നാളായി പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള നിങ്ങളുടെ 3 നിയോഗങ്ങൾ, ആത്മീയവും ഭൗതികവുമായ 3 നിയോഗങ്ങളെ സമർപ്പിച്ചേ. കണ്ണടച്ച്. ചില പാപങ്ങൾ നമുക്ക് വെറുത്ത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, എന്നാൽ അത് വെറുത്ത് ഉപേക്ഷിക്കേണ്ടതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അത്തരത്തിലേതെങ്കിലും പാപത്തിൻ്റെ മേഖല, ഈശോ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി നമ്മളിലുണ്ടെങ്കിൽ സമർപ്പിക്കുക ഈശോയുടെ കരങ്ങളിലേക്ക്. ധ്യാനത്തിൽ അതൊരു വിടുതൽ കിട്ടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഉറകൂട്ടപ്പെടുവാനുള്ള കൃപ ചോദിച്ചേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഉറകൂട്ടപ്പെടണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കണമേ. നിങ്ങൾ 3 നിയോഗങ്ങൾ സമർപ്പിച്ചേ. ആ 3 നിയോഗങ്ങളെ പ്രതി ഏതെങ്കിലും ഒരു പാപം ഈശോയെ ഞാൻ വെറുത്ത് ഉപേക്ഷിക്കുന്നു, പതിവായി വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയുന്ന ഏതെങ്കിലും ഒരു പാപാവസ്ഥ നമ്മളിലുണ്ടെങ്കിൽ ഈശോയോടത് പറയാം. കർത്താവേ, ഈ 3 നിയോഗങ്ങളെ പ്രതി നേടിയെടുക്കുന്നതിന് വേണ്ടി എന്നിലുള്ള ഈ ഒരു കുറവിനെ എൻ്റെ നാമത്തെ ഞാൻ വെറുത്ത് ഉപേക്ഷിക്കുകയാണ്. കർത്താവേ, ഈ പാപം എന്നിൽ നിന്ന് അവിടെ നിന്ന് ദൂരെ അകറ്റി വിശുദ്ധിയിലായിരിക്കാനുള്ള വലിയൊരു കൃപ അവിടെ നിന്ന് എനിക്ക് നൽകണമേ എന്ന് ഈ സമയം പ്രാർത്ഥിച്ചേ. ഏതെങ്കിലും വെറുത്ത് ഉപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പാപമേഖല, നിങ്ങളിലുള്ള ഒരു പാപമേഖല ഉണ്ടെങ്കിൽ അത് ഈ സമീശയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചേ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുക, ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് തീ പോലെ ജ്വലിക്കുക എന്നർത്ഥം. ഉള്ളിലുണ്ട്, ആത്മാവിൻ്റെ ശക്തി ഉള്ളിലുണ്ട്, അത് തീ പോലെ ജ്വലിക്കണം. വന്നു കഴിയുന്നത് അപ്പോഴാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ആത്മാവിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയാനുള്ള കൃപ ഈശോയോട് നമുക്ക് ചോദിക്കാം. പുറമേ നിന്നല്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എല്ലാം ഉള്ളിലുള്ള ആത്മാവിന് ജീവനേകുന്നതാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ സമയം നമ്മളിലേക്ക് വ്യാപരിക്കണം. നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുന്നിടത്തെ അത്ഭുതങ്ങൾ, അടയാളങ്ങളുള്ളൂ പ്രിയപ്പെട്ടവരെ, വിടുതലുള്ളൂ. അതുകൊണ്ട് പുറമേ നിന്നൊന്നും നിങ്ങൾ സ്വീകരിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുണ്ട് ദൈവത്തിൻ്റെ ചൈതന്യം. അതിനെ തിരിച്ചറിയാനുള്ള കൃപ
ഈ ധ്യാനത്തിലൂടെ ലഭിക്കാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച ഈശോയോട്. വെറുതുപേക്ഷിക്കേണ്ട പാപങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ധ്യാനത്തിന് വേണ്ടി നമ്മളെ വിളിച്ച ഈ പരിശുദ്ധ അമ്മയുടെ ഈ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം അമ്മയോട് കൂടെ അമ്മയുടെ മകൻ്റെ വചനം കേൾക്കാൻ അമ്മ കൊണ്ടുവന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ സഹനങ്ങളും കണ്ണുനീരും നമ്മളായിരിക്കുന്ന എല്ലാ അവസ്ഥകളും പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശംസിഹയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധമ്മയെ സ്വാഗതം ചെയ്ത് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആവേ മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഒരിക്കൽ കൂടെ ആവേ 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 മരിയ, ആവേ 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 മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 36-ാം തിരുവചനം. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു, വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്ന അഗ്നി അഭിഷേക ധ്യാനത്തിലേക്ക് നമ്മളെ ഈശോ കൊണ്ടുവന്നു. ഈ ധ്യാനത്തിലിരിക്കാൻ ഈശോ നമ്മളെ അനുവദിച്ചു. ഈശോയ്ക്ക് നന്ദി പറയാം. എല്ലാ ധ്യാനങ്ങളും തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ളതാണ്. എല്ലാ ധ്യാനങ്ങളിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ തന്നെയാണ്. ഓരോ പേരിൽ അത് വിളിച്ചാലും വരുന്ന ശക്തി ഒന്ന് തന്നെയാണ്, അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയപ്പെടുന്നതിനുള്ള തടസ്സങ്ങൾ അത് ഏത് തരത്തിലാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്, അവിടെ നമുക്കൊരു വിടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളെ അതിന് ഒരുക്കലാണ് ഈ ഒരു ധ്യാനത്തിൻ്റെ എന്താ പറയുക ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മളെ അത്തരത്തിൽ ഒരുക്കുക എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയപ്പെടുക എന്ന് പറയുമ്പോൾ നിറഞ്ഞിട്ടില്ല എന്നൊരർത്ഥം അതിനില്ല. എവിടെയെങ്കിലും തിന്മ, എവിടെയെങ്കിലും രോഗമായി, എവിടെയെങ്കിലും പാപമായി, എവിടെയെങ്കിലും നമ്മളിൽ ചില മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ കുറവ് എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ ആധിക്യം ചില മേഖലകളിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഓർഗണിലായിരിക്കും, ചിലത് നമ്മുടെ സാമ്പത്തിക മേഖലയിലായിരിക്കും, ചിലത് കുടുംബ സമാധാനത്തിൽ. പരിശുദ്ധാത്മാവിൻ്റെ തലം കുറയുന്നിടത്ത് തിന്മ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നതാണ് ഓരോ ധ്യാനങ്ങളുടെ തലക്കെട്ടായിട്ട് നമ്മൾ പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ നമ്മൾ ഓരോ പേരിട്ട് വിളിച്ചു. അതാണ് ആന്തരിക സൗഖ്യം, രോഗസൗഖ്യം, വിടുതൽ ശുശ്രൂഷകൾ എന്ന് പറയുന്ന ധ്യാനങ്ങളുടെ എല്ലാം തലക്കെട്ട് വരുന്നത് അത് പങ്കെടുക്കുന്ന വ്യക്തിയിൽ സാത്താൻ്റെ ആധിപത്യം ഏത് തരത്തിൽ മാനിഫെസ്റ്റ് ചെയ്തോ അതുമായി ബന്ധപ്പെട്ടാണ് ധ്യാനങ്ങളുടെ പേരുകൾ നിശ്ചയിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ കടന്നു വരുമ്പോൾ എന്നിൽ ഈ മേഖലയിൽ ഒരു വിടുതൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ ധ്യാനത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് ഒത്തിരിയുണ്ട്.
139ഓളം ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ അത്രയും ധ്യാന കേന്ദ്രങ്ങളിലും അനുദിനം ശുശ്രൂഷകൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതുവരെയും ധ്യാന കേന്ദ്രങ്ങളിൽ ആളിൻ്റെ എണ്ണം കുറഞ്ഞിട്ടില്ലെങ്കിൽ അത് നന്മയല്ല പ്രിയപ്പെട്ടവരെ. അതിന് പുറകിൽ എന്തോ ഒരു നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏതോ ഒരു അവസ്ഥയുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, ഈ ധ്യാനത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഇത്തരത്തിലാണ്. അതായത് എൻ്റെ ഏത് ജീവിതാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയോഗവുമായിട്ടാണോ ഞാൻ ഈ ആലയത്തിലേക്ക് വന്നിരിക്കുന്നത്, അവിടെ ഈ തിന്മ അവിടെ വ്യാപിച്ചിട്ടുണ്ട്. ആ തിന്മ അവിടെ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായിട്ട് എന്നിൽ നിന്ന് കുറഞ്ഞ അല്ലെങ്കിൽ എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് തിരിച്ചെടുക്കരുത്. അപ്പോൾ തിരിച്ചെടുക്കാനുള്ള ഒരു ശക്തി കൂടെ അല്ലെങ്കിൽ സാധ്യത കൂടെ അതിനുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചെടുക്കപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് 51-ാം സങ്കീർത്തകൻ നമ്മൾക്ക് ഒരു ബോധ്യം തരുന്നുണ്ട്. അപ്പോൾ ആ തിരിച്ചെടുക്കപ്പെടുന്ന അവസ്ഥയാണ് നമ്മളിൽ കുറവ് വരുന്ന അവസ്ഥ. നമ്മളിൽ ഒരു ആവശ്യങ്ങൾ ജനിക്കുന്നത് പരിശുദ്ധാത്മാവ് ഇല്ലാതാകുമ്പോഴാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ തലം കുറയുന്നതനുസരിച്ച് ജീവിതത്തിലുള്ള ഇൻറ്റൻഷൻസ് അതിൻ്റെ തലം മാറ്റി മാറ്റി നമ്മളിലേക്ക് ഇങ്ങനെ പ്രഷർ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഉള്ളിലൊരു തോന്നൽ വരും, ഒരു ധ്യാനത്തിനിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു തലത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കും. അതാണ് ഇന്നത്തെ ഈ ഒരു ധ്യാനം. അപ്പോൾ നമ്മൾ ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക, മറ്റൊന്നിലേക്ക് നിങ്ങളെ ശ്രദ്ധ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫോണൊന്നും ഉപയോഗിക്കാതിരിക്കാൻ. ഈ ദിവസം 2 ദിവസമേ ഉള്ളൂ ഇവിടെ. 2 ദിവസം കഴിയുമ്പോൾ രാവിലത്തെ ഒരു കുർബാന ഒരു സെഷനും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. അത്രയും ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഒത്തിരി സമയമൊന്നും ധ്യാനങ്ങളില്ല. മൊത്തം നോക്കിയാൽ 24 മണിക്കൂർ പോലും ധ്യാനമില്ല. അതിൽ ഭക്ഷണവും ടീ ബ്രേക്കും ഒക്കെ കഴിഞ്ഞ് ഉറക്കവും കഴിഞ്ഞ് ബാക്കി കുറച്ച് സമയമേ നമുക്ക് ക്ലാസ്സുകളും സ്വതിപ്പുകളും ഒക്കെ ഉള്ളൂ. അതിൽ കുമ്പസാരവും എല്ലാം വന്നു കഴിയുമ്പോൾ കുറച്ച് സമയം നമുക്ക് ക്ലാസ്സുകളുള്ളൂ, ഒത്തിരി ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ടയേർഡാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഉള്ളതിനെ നിങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കാനായിട്ട് മനസ്സ് കാണിക്കണേ. അതിൽ അശ്രദ്ധമായിട്ടിരിക്കരുത്. അതിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കാരണം എന്തായാലും 2 ദിവസത്തേക്ക് നിങ്ങളോട് എത്തിയതല്ലേ. ആ 2 ദിവസം പൂർണ്ണമായിട്ട് വിനിയോഗിക്കുക യേശുനാമത്തെ പ്രതി. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ശ്രവിക്കുന്നത് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്തയെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത, പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ മംഗളവാർത്ത. ശരിക്കും മംഗളവാർത്ത അമ്മയ്ക്കല്ല, ലോകത്തിനാണ്. അമ്മയിലൂടെ നൽകപ്പെട്ടതാണ് മംഗളവാർത്തയെങ്കിൽ മംഗളവാർത്തയിൽ ഏറ്റവും എന്നെ സ്വാധീനിച്ച ഞാൻ ശ്രദ്ധിച്ച വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. ലൂക്ക 1:36. നിൻ്റെ ചാർച്ചക്കാരി നിൻ്റെ ഇളയമ്മയായ എലിസബത്തിന് 6-ാം മാസമാണ്. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. എപ്പോഴാണ് എലിസബത്തിന് 6-ാം മാസമായത്? ഈ 6-ാം മാസം 6 മാസം വരെ എത്തിയിട്ടും എലിസബത്ത് കൺസീവ് ആയെന്ന് പരിശുദ്ധമ്മ എന്തുകൊണ്ട് അറിഞ്ഞില്ല? പ്രിയമുള്ള ദൈവജനമേ, ചില സമ്മതങ്ങൾ നമ്മൾ മൂളുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ 6-ാം മാസം എത്തി നിൽക്കുന്ന അഭിഷേകത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം കർത്താവ് നമുക്ക് തരുള്ളൂ. നമ്മൾ പറയും, എൻ്റെ ഈ ജീവിത അവസ്ഥയിൽ ഈശോ ഇടപെട്ടിട്ടില്ല, എൻ്റെ ഈ കാര്യത്തിൽ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല, ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച ഈ നിയോഗത്തിൽ ഈശോ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന 1-ാം മാസം പോലും എത്തിയിട്ടില്ല, എൻ്റെ പ്രാർത്ഥനയുടെ റിസൾട്ട് 1-ാം മാസം പോലും എത്തിയിട്ടില്ല എന്ന് നമ്മൾ ചോദിക്കുന്നിടത്താണ് ഈ പറയുന്ന അവസാനം വന്നവന് ഒരേ കൂലി കൊടുക്കുന്ന കർത്താവിൻ്റെ ശക്തിയെ നമുക്കവിടെ കാണാൻ പറ്റുന്നത്. പ്രിയമുള്ള ദൈവജനമേ, അവിടെ ഈ എലിസബത്ത് എന്ന് പറയുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ഇളയമ്മയ്ക്ക് 6-ാം മാസമായത് അമ്മയ്ക്ക് മംഗളവാർത്ത ലഭിച്ചപ്പോഴാണ്, അമ്മയിലൂടെ മംഗളവാർത്ത ലഭിക്കപ്പെട്ടപ്പോഴാണ്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, എൻ്റെ ഉള്ളിൽ ഈശോ രൂപപ്പെടാൻ ഞാൻ കൊടുക്കുന്ന പെർമിഷൻ എൻ്റെ വ്യക്തിതലങ്ങളിലേക്കും എൻ്റെ ബന്ധുമിത്രാദികളിലേക്കും ഞാനായിരിക്കുന്ന എല്ലാ അവസ്ഥകളിലേക്കും വ്യാപരിക്കുവാൻ കാരണമാകുന്നുണ്ട് എന്നൊരു സന്ദേശം കൂടെ ഇതിന് പുറകിലുണ്ട്. എന്നൊരു സന്ദേശം കൂടെയുണ്ട്. 6-ാം മാസം വരെ എത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും. നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള പല കാര്യങ്ങളും അതിൻ്റെ ദൈവം അത് ഒരുക്കി അതിൻ്റെ 6-ാം മാസം വരെ എത്തിയിട്ട് നമ്മൾ അറിയാത്ത എന്തുകൊണ്ടാണെന്നറിയോ?
ഇത്തരത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചെങ്കിലേ അതിൻ്റെ ട്രാവല് 6-ാം മാസം എത്തി എന്നുള്ളൊരു ബോധ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ഒരു ബോധ്യം നമുക്ക് ലഭിക്കാത്തത് ഞാനോ എൻ്റെ കുടുംബത്തിലോ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ഞാനോ എൻ്റെ കുടുംബത്തിലോ യഥാർത്ഥത്തിൽ ദൈവത്തിന് സമ്മതം മൂളാത്തത് കൊണ്ടാണ്. അമ്മ സമ്മതം മൂളിയില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മറിയം സമ്മതം മൂളിയപ്പോൾ ഈ സമ്മതം മൂളിയതിൻ്റെ ആ ഒരു ഓളം എവിടം വരെ എത്തി? തിടുക്കത്തിൽ യാത്ര പുറപ്പെടാൻ അമ്മയ്ക്കൊരു കാരണത്തെ ദൈവം അല്ലെങ്കിൽ സ്വർഗം ഒരുക്കി കൊടുത്തു. അതാണ് 6-ാം മാസത്തിൻ്റെ കണക്ക്. പ്രിയപ്പെട്ടവരെ, 6-ാം മാസം ചെല്ലണം, 6-ാം മാസം എത്തണം. എവിടെ? അമ്മ എത്തണം എന്നുള്ളതിനേക്കാൾ സ്വർഗത്തിൽ നിന്ന് ദൈവം എനിക്കൊരുക്കിയിരിക്കുന്ന കൃപകളുടെ 6 മാസത്തെ ഒരു തലം, ഒരു അവസ്ഥ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റണമെങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, പരിശുദ്ധാത്മാവ് നമ്മൾ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ പറയും, ഇപ്പോഴും വഴിവിട്ട ജീവിതാവസ്ഥയിലാണ് എൻ്റെ മകൻ, എൻ്റെ മകള്, എൻ്റെ ഭർത്താവ് മദ്യപാനത്തിലാണ്. വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, വിടുതൽ കിട്ടിയിട്ടില്ല. കിട്ടാത്തതിന് കാരണം ഭർത്താവിലോ മക്കളിലോ അല്ല, എന്നിൽ പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ അവരിൽ 6-ാം മാസം എത്തിക്കാൻ ഈശോയ്ക്കറിയാം. പക്ഷെ ഞാൻ സ്വീകരിക്കേണ്ടത് എന്നിലൂടെ പുറപ്പെടേണ്ട ശക്തിയാണ് അവരിലേക്കെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിച്ചാലും അവരിലേക്കൊരു ശക്തി പുറപ്പെടില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് കടന്നു വരാൻ ഒരു സോഴ്സ് ഉണ്ട്. ചിലരിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നത് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന വഴി അവരിലേക്ക് വരുമ്പോൾ, മറ്റു പലയിടങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എന്ന് പറയുന്നത് ചില വ്യക്തികളിലൂടെയാണ്. അതുകൊണ്ടാണ് ചില കുടുംബങ്ങളിൽ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി മുട്ടുമേൽ നിൽക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മമാർ എത്രയോ വർഷങ്ങൾ മുട്ടുമേൽ നിന്നിട്ടും അവരെയാണ് സമർപ്പിക്കുന്നത്. ഈ കൂട്ടരെല്ലാം ആരാണോ പൊസസ്ഡ് ആയിട്ടുള്ളത്, ആരിലാണോ ഒരു പൈശാചിക സ്വാധീനം, ദൈവം ആഗ്രഹിക്കാത്ത ഒരു തലം ആരിലാണോ അവരെയാണ് നമ്മളെല്ലാവരും സമർപ്പിക്കുന്നത്. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നതും ഈശോയുടെ പദ്ധതിയും അതല്ല, നിന്നിലൂടെ അവരിലേക്ക് എന്നുള്ളതാണ് ഈശോയുടെ പദ്ധതിയെങ്കിൽ എന്നെയാണ് സമർപ്പിക്കേണ്ടത്, എനിക്കാണ് മാറ്റം വരേണ്ടത്. എനിക്ക് മാറ്റം വന്നാലേ ഒരു പക്ഷേ എൻ്റെ കുടുംബത്തിന് മാറ്റം വരുള്ളൂ. തെറ്റ് കുടുംബത്തിനാണ്, കുറവുകൾ കുടുംബത്തിലുള്ളവർക്കാണ്, അവരാണ് ദൈവത്തെ അറിയാത്തത്. ഞാൻ പ്രാർത്ഥിക്കുന്നതാ. പക്ഷേ എങ്കിലും സ്വർഗം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ഞാൻ ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ എന്നിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് അതിൻ്റെ ശക്തി എന്നിൽ നിന്ന് പുറപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. ഇളയമ്മയിലേക്ക്, തലമുറയിലേക്കൊരു ശക്തി പുറപ്പെടാൻ അമ്മ കാരണമായില്ലേ? അതുകൊണ്ട് എന്താ, അമ്മ സമ്മതം മൂളിയപ്പോൾ എലിസബത്തിന് 6-ാം മാസത്തിലെത്തി. 6 മാസങ്ങൾക്ക് മുൻപ് എലിസബത്ത് കൺസീവ് ആയിട്ടുണ്ടെങ്കിൽ, എലിസബത്തിൻ്റെ ഉദരത്തിൽ സ്നാപകൻ കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അമ്മ ആ വിവരം ഈ 6 മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും അറിയേണ്ടതാ. എന്തുകൊണ്ടാണ് അറിയാത്തത്? എന്തുകൊണ്ട് അറിഞ്ഞില്ല? അമ്മയാണ് സകലതിനും അടിസ്ഥാനം എന്ന് പറയുന്നത്. അമ്മ എന്ന് പറയുന്ന സമ്മതമാണ് എലിസബത്തിൽ 6-ാം മാസത്തിലെത്തിക്കുന്നത്. അമ്മയുടെ സമ്മതമില്ലെങ്കിൽ എലിസബത്തിന് 6-ാം മാസം എന്നുള്ളത് ഉണ്ടാവത്തില്ല. 6 മാസവും വന്നതായിട്ട് എലിസബത്തിനും അനുഭവപ്പെടില്ല. ചിലത് ഈശോ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തുന്നത് 6-ാം മാസം എത്തി നിൽക്കുന്നുണ്ട്, നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. ചില മേഖലകളിലെല്ലാം ഇത്തരത്തിൽ 6-ാം മാസം എത്തി നിൽക്കുന്നുണ്ട്. ഇനിയൊരു 6 മാസം കൂടി കഴിഞ്ഞാൽ ആ റിസൾട്ട് പുറത്തു വരാൻ നിൽക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ അത് നമുക്ക് അനുഭവപ്പെടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അമ്മ കൊടുത്തതുപോലെ ഒരു സമ്മതം നമ്മൾ ദൈവത്തിന് കൊടുക്കാത്തത് കൊണ്ടാണ്. അമ്മ കൊടുത്തതുപോലെ ഒരു സമ്മതം, എൻ്റെ ദൈവമേ, ഇതാ കർത്താവിൻ്റെ ദാസി. ഇത് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നല്ല, എങ്കിലും നമ്മൾ പറയാണ് ഇതാ കർത്താവിൻ്റെ ദാസി. അത് അമ്മയ്ക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിക്കോ നിങ്ങൾക്കോ അത് പറയാൻ പറ്റില്ല. കാരണം ഇതാ എന്ന് പറയുന്നത് അനുസരണമാണ്, കർത്താവിൻ്റെ എന്ന് പറയുന്നത് ബ്രഹ്മചര്യമാണ്, ദാസി എന്ന് പറയുന്നത് വിധേയത്വം അല്ലെങ്കിൽ ദാരിദ്ര്യമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു സന്യസ്തയുടെ 3 വിളികളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു സന്യസ്തയുടെ 3 വിളികളാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. ഇതാ എന്ന് പറയുന്നിടത്ത് അനുസരണമുണ്ട്. ഇതാ ഞാനിവിടെ ഉണ്ട്, നീ പറഞ്ഞോ, ഞാൻ അനുസരിച്ചോളാം. അതാണ് ഇതാ. കർത്താവിൻ്റെ എന്ന് പറയുന്നിടത്ത് വിശുദ്ധി, പരിശുദ്ധി, ബ്രഹ്മചര്യമുണ്ട്. അത് നമുക്കില്ല.
ദാസി എന്ന് പറയുന്നിടത്ത് വിധേയത്വം, ദാരിദ്ര്യമുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി. 3 കോളാണ് പരിശുദ്ധ അമ്മ സ്വീകരിച്ച 3 കോള്. ഇത് അമ്മയ്ക്കേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പറയൂ, ഇത് പലതവണ നമ്മൾ ഏറ്റു പറഞ്ഞാലും ഈ ഒരു റാങ്കിൽ നമ്മൾ എത്തില്ല. ഈ ഒരു റാങ്കിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം ആദ്യത്തേതും അവസാനത്തേതും ഒരു പക്ഷേ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നടുവിലത്തേത്, രണ്ടാമത്തേത് നമുക്കില്ലാത്തത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കർത്താവിൻ്റേത് എന്ന് പറയുന്നത് പരിശുദ്ധമാണ്, പരിശുദ്ധിയാണ്. നമ്മളെങ്ങനെയെല്ലാം കൂട്ടി വായിക്കാൻ നോക്കിയാലും അവിടെ എത്തില്ല നമ്മൾ. അതുകൊണ്ട് അമ്മ പറഞ്ഞതിനെ നമുക്കൊരു പക്ഷേ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. നമുക്കൊരിക്കലും ചങ്കിൽ തൊട്ട് അത് പറയാൻ പറ്റുന്ന ഒന്നല്ല ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത്. അമ്മ പറഞ്ഞതുപോലെ എൻ്റെ ചങ്കിൽ തൊട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. കാരണം ഞാൻ പറയുന്നിടത്ത് അതിൻ്റെ വാക്കുകൊണ്ടൊരർത്ഥമുണ്ടെങ്കിൽ പോലും എൻ്റെ ആത്മാവിൽ അതിന് ഒരു കീഴ്വഴക്കമില്ല. ഹല്ലേലൂയ. അമ്മ അത് ഏറ്റു പറഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ട ദൈവജനമേ മൊത്തം ഘടനകൾ മാറുകയാണ്, മൊത്തം ലോകത്തിൻ്റെ അവസ്ഥകൾ മാറുകയാണ്, എല്ലായിടത്തും ഒരു മാറ്റം വരികയാണ്. എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഇതാണ് ദൂതൻ പറഞ്ഞത്. 2 കാര്യങ്ങളാണ്. യേശു എന്ന് പറയുന്ന ശരീരവും ക്രിസ്തു എന്ന് പറയുന്ന ആത്മാവും. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവും അത്യുന്നതൻ്റെ ശക്തിയും രണ്ടും രണ്ടായി അമ്മയിലേക്ക് കടന്നു വന്നു. ത്രിത്വത്തിൻ്റെ കൂടാരമായിട്ട് പരിശുദ്ധ മറിയം മാറി. അതായത് ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന് ലോകത്തിലേക്ക് വരാനുള്ള ശരീരമാണ് യേശു. അപ്പോൾ യേശു ക്രിസ്തു എന്ന് നമ്മൾ അതിൻ്റെ പൂർണ്ണതയിൽ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ ഇത് തന്നെയാണ്. അപ്പനിൽ നമ്മയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിവേശിക്കപ്പെട്ടു, നമ്മൾ ജീവനുള്ളവനായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദി മനുഷ്യരെടുത്ത് നോക്കിയോ, ആദത്തെയും ഹവ്വായെയും ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ആദത്തിൽ തന്നെ ഹവ്വ ഉണ്ട്. ആദത്തിൽ തന്നെ ഹവ്വ ഉണ്ടായിരിക്കെ മനുഷ്യന് ദൈവം രൂപം കൊടുത്തു. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ട് അവൻ സൃഷ്ടിച്ചു. ആദം മാത്രമേ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അവനിലുള്ള ഹവ്വ എന്ന് പറയുന്ന അവസ്ഥ എന്താ പറയുക, വേർതിരിക്കപ്പെട്ടില്ല. ഒറ്റ ശരീരമായിട്ട് ആദത്തിൽ തന്നെ നിലകൊണ്ടു. ഹവ്വ എന്ന് പറയുന്ന അവസ്ഥ ആദത്തിൽ തന്നെ നിലകൊണ്ടു. പക്ഷേ ഈശോ അല്ലെങ്കിൽ ദൈവമായ കർത്താവോടെ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവൻ്റെ വ്യക്തിത്വത്തെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അവനെ ഗാഢനിദ്രയിലാഴ്ത്തി അവൻ്റെ വാരിയല് ഒന്നെടുത്തിട്ട് അവിടെ മാംസം കൊണ്ട് മൂടി ഹവ്വായിക്ക് ജന്മം കൊടുക്കുന്നത് ആദത്തിൽ നിന്ന്. ബേസിക്കലി ആദവും ഹവ്വായും സകല ചരാചരങ്ങളും നമ്മളെടുത്തു. ഇല്ലായ്മയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും ഇത്തരത്തിലൊരു ചൈതന്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെ ആരാധിക്കാനുള്ള തടസ്സം നമ്മളിൽ മാറ്റം വരും, നമ്മളിൽ മാറിപ്പോയിക്കോളും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു അമ്മയിൽ കടന്നു വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അമ്മ പറയുന്നതിന് മുൻപാണ് മാലാഖ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ചൈതന്യം നിന്നിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അതിന് മാംസം ധരിക്കണം. മാംസമാകുന്ന യേശു, പീഡകൾ സഹിക്കുന്ന യേശു നിന്നിൽ ആദ്യമുണ്ട്. ആ യേശുവിലേക്ക് അത്യുന്നതൻ്റെ ശക്തി, അതായത് ക്രിസ്തു എന്ന് പറയുന്ന തൃത്വത്തിലെ 2ആമൻ കടന്നു വന്നു. അപ്പോൾ യേശു ക്രിസ്തു ഒന്നായി പരിശുദ്ധമ്മയിൽ രൂപപ്പെട്ടപ്പോൾ അത്യുന്നതൻ്റെ ശക്തിയും അമ്മയിൽ ആവസിക്കുകയാണ്. പരിശുദ്ധാത്മാവും അമ്മയിലേക്ക് കടന്നു വന്നു. ഇത് രണ്ടും ഫോമായി. അടുത്തതാണ് വീണ്ടും ഗബ്രിയേൽ അമ്മയോട് പറയുന്നത്, ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ വന്ധ്യയെന്ന് വിളിക്കപ്പെട്ടിരുന്ന എലിസബത്തിന് 6ആം മാസമാണ്, അവൾ ഉദരത്തിലുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുന്ന പാഠമുണ്ട്. എന്നിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടപ്പോൾ എലിസബത്തിന് 6ആം മാസം എത്തിച്ചു കൊടുത്തു ദൈവം. ഇതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഹല്ലേലൂയ. നമ്മിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുമ്പോൾ സ്വീകരിക്കപ്പെടേണ്ട വ്യക്തികൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ, അവരിൽ മാത്രമേ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരു 10,000 വാട്ട്സിൻ്റെ വലിയൊരു സ്പീക്കറൊക്കെ വെച്ചിട്ട് വലിയ കൺവെൻഷൻ വെച്ചാലും
ഇത് കിട്ടണമെന്നില്ല. കാരണം എന്നിൽ ക്രിസ്തു രൂപപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് രൂപപ്പെടണം. എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് രൂപപ്പെടണമെങ്കിൽ പ്രിയമുള്ളവരെ, എൻ്റെ ബഹളമോ എൻ്റെ സ്വരമോ ഞാൻ അലറുന്നതോ ഒന്നുമല്ല, മറിച്ച് ചില തീരുമാനങ്ങൾ ദൈവം ആഗ്രഹിക്കാത്തത് മാറ്റി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ചില തീരുമാനങ്ങൾ എൻ്റെ ഉള്ളിലെടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരും പരിശുദ്ധാത്മാവ് എന്ന് തന്നെയാണ്. ഈ ആത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തിപ്പെടുന്നുണ്ട്, ദൈവത്തിലേക്ക് ഞാൻ തിരിയുന്നുണ്ട്, ദൈവം എന്നിലേക്കും തിരിയും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന സന്ദേശമാണ്. പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ യേശുവിനെ പ്രസവിച്ചൊരു സ്ത്രീയോ അല്ല പ്രിയപ്പെട്ടവരെ. അമ്മ എന്ന് പറയുന്നത് ലോകത്തിന് സ്വർഗം കൊടുത്ത സന്ദേശത്തിൻ്റെ പേരാണ് പരിശുദ്ധ മറിയം. കാരണം ഞാൻ ഇന്ന് അമ്മയെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ഇന്ന് അമ്മയുടെ ജനന തിരുനാൾ കൂടെ ആയതുകൊണ്ടാണ് അമ്മയിലൂടെ തുടങ്ങുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, അമ്മ എന്ന് പറയുന്നത് ഒരു സന്ദേശമാണ്. സ്വർഗം ഭൂമിക്ക് തന്ന സന്ദേശത്തിൻ്റെ പേരാണ് പരിശുദ്ധ മറിയം എന്ന് പറയുന്നത്. കാരണം അവളിലൂടെ സകലതും, അവളിലൂടെ എല്ലാം നിറവേറ്റപ്പെട്ടു. എല്ലാം അവളിലൂടെയാണ്, അവളിലൂടെ മാത്രം സകലതും നിറവേറ്റപ്പെട്ടു. സകല എന്താ പറയുക, ചരാചരങ്ങളും അവളിലൂടെ സ്വർഗത്തിലേക്ക് എന്നുള്ളതാണ് അമ്മ നമ്മെ സ്വർഗം അമ്മയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നൊരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവ് പരിശുദ്ധ അമ്മയിലൂടെയാണെങ്കിൽ അവൻ്റെ രണ്ടാമത്തെ വരവും പരിശുദ്ധ അമ്മയിലൂടെ തന്നെയാണ്. ട്രൂ ഡിവോഷൻ ടു മേരി എന്ന് പറയുന്ന ബുക്കിൽ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് അതിനെപ്പറ്റി വ്യക്തമായിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ എടുത്ത് വായിക്കേണ്ട ബുക്കാണത്. ഇതാ നിൻ്റെ അമ്മ, യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്ന ബുക്കെടുത്ത് നിങ്ങൾ വായിക്കുക. അതിനകത്ത് പറയുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവ് പരിശുദ്ധ അമ്മയിലൂടെ ആണെങ്കിൽ അവൻ്റെ രണ്ടാമത്തെ വരവും അമ്മയിലൂടെ തന്നെയാണ്. അപ്പോൾ സ്വർഗം അവൾക്ക് കൊടുത്തിരിക്കുന്നതിനേക്കാൾ മുകളിൽ ഞാനൊന്നും കൊടുക്കണ്ട, പക്ഷെ സ്വർഗം അവൾക്ക് കൊടുത്തിരിക്കുന്നതിൻ്റെ വില ഞാൻ ഇടിച്ച് താഴ്ത്തരുത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് പരിശുദ്ധ മറിയമാണെങ്കിൽ ആണെങ്കിൽ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഓഫറാണ്. അമ്മയോട് നമ്മൾ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ല, അമ്മയ്ക്ക് നമ്മളൊരു ഓഫർ കൊടുക്കണം. അമ്മേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നെ അനുകരിക്കാൻ, സ്പിരിച്വലി നിന്നെ അനുകരിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ ഇനി ഇങ്ങനെയാണ്. അമ്മയ്ക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല ഓഫറാണത്. അമ്മയ്ക്ക് എന്നിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല ഒരു ഓഫർ ഏതാണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട ദൈവജനമേ, എൻ്റെ അനുസരണമാണ്. അമ്മ ഭൂമിയിൽ എന്തെല്ലാം പ്രവർത്തിച്ചുവോ അത് പ്രവർത്തിക്കുന്നതാണ് അമ്മയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓഫർ. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ അമ്മയ്ക്കൊരു ഓഫർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അമ്മ ജീവിച്ചതുപോലെ ജീവിച്ച് കാണിക്കാനായിട്ട്. എല്ലാം നമുക്ക് സാധ്യമല്ലെങ്കിൽ പോലും അതിനുള്ള പരിശ്രമമാണ് അമ്മ നമ്മളിൽ നിന്ന് ചോദിക്കുന്നത്. ഇവിടെ ഈ വചനത്തിൽ നമ്മൾ വീണ്ടും ആ വചനത്തിലേക്ക് കടക്കുമ്പോൾ, വീണ്ടും ആ വചനം ഒന്നും കൂടെ നമ്മൾ എടുത്തു വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, നിൻ്റെ ചാർച്ചക്കാരിക്കിത് 6-ാം മാസം. ഇതാണ് ഇന്നത്തെ വചനം പരിശുദ്ധാത്മാവ് തന്നത്. അപ്പോൾ നിൻ്റെ ചാർച്ചക്കാരിക്ക് 6-ാം മാസമാണ്. അപ്പോൾ 6-ാം മാസം വരെ എത്തിയാലും അറിയാത്തത് ദൈവം മറച്ചു പിടിച്ചത് നമ്മുടെ പ്രാർത്ഥന വഴി ചില ഇൻറ്റൻഷൻ 6-ാം മാസത്തിലെത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ചില ഇൻറ്റൻഷൻ നമ്മളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി അതിൻ്റെ 6-ാം മാസത്തിലെത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്നത് എന്താ? എങ്ങും എത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ ഒരു റിസൾട്ട് കണ്ടിട്ടില്ല, ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട് ഇവനിൽ മാറ്റമില്ല, ഇവളിൽ മാറ്റമില്ല, ഭർത്താവിൽ മാറ്റമില്ല, ഭാര്യയിൽ മാറ്റം. ഇതാണ് നമ്മൾ കാണുന്നത്, മാറ്റമില്ല. പക്ഷെ നമ്മൾ അറിയുന്നില്ല 6-ാം മാസം എത്തി എന്നുള്ള ബോധ്യം നമുക്ക് കിട്ടണമെങ്കിൽ അമ്മ സ്വീകരിച്ച അഭിഷേകത്തെ സ്വീകരിക്കാൻ പറ്റണം. അമ്മ ഉൾക്കൊണ്ട അഭിഷേകത്തെ ഉൾക്കൊള്ളാൻ പറ്റണം. അമ്മ പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് പറ്റണം. ഇതാ കർത്താവിൻ്റെ ദാസി 1. 2, ഞാൻ പുരുഷനെ അറിയുന്നില്ല. അമ്മ പറഞ്ഞ മറ്റൊന്നാണ്. പുരുഷനെ അറിഞ്ഞവൾ തന്നെയാണ് പുരുഷനെ അറിയുന്നില്ല എന്ന് പറയുന്നത്. കാരണം ഈ വചനത്തിൻ്റെ ആദ്യം വായിക്കുന്നു, 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യക അടുത്തേക്ക് അയക്കപ്പെട്ടു. അപ്പോൾ ഓൾറെഡി അവിടെ ക്ലിയർ ആണ്, പുരുഷനെ അറിഞ്ഞു അമ്മ. പുരുഷനെ അറിയുന്നുണ്ട് ആരാണ്
തൻ്റെ വരൻ എന്നുള്ളത് അമ്മ അറിയുന്നുണ്ട്. പക്ഷെ അമ്മ പറയുന്നു ഞാൻ പുരുഷനെ അറിയുന്നില്ല. രണ്ടാമത്, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരാനായിട്ടുള്ള മറ്റൊരു ഘടകമാണ് പുരുഷൻ എന്ന് പറയുന്ന ഒരു മേധാവിത്വത്തിൻ്റെ മനോഭാവം. ഹല്ലേലൂയ. പുരുഷൻ എന്ന് പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? ബിബ്ലിക്കലി ദൈവം ആദത്തിന് കൊടുത്തൊരു അധികാരമാണ് പുരുഷൻ എന്ന് പറയുന്നത്. പുരുഷൻ എന്ന് പറയുന്നത് ഒരു അധികാരമാണ്. നീ സകലതിനെയും ഭരിക്കണം, സകല ചരാചരങ്ങളും നിനക്ക് കീഴിലാണ്, നിന്നോട് കൂടെയാണെങ്കിലും അതിൻ്റെ എല്ലാത്തിനും മേൽ നിനക്ക് അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം നിനക്ക് കീഴിൽ മേധാവിത്വം. അമ്മ പറയുന്നത് എന്താ? ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഒന്ന് നമുക്ക് വ്യക്തമാണ്, അത് ഞാൻ പ്രസംഗിച്ചിട്ട് വേണ്ട നിങ്ങൾക്കറിയാൻ. അമ്മ നിത്യ കന്യകയാണ്. ആ രീതിയിൽ അമ്മ പുരുഷനെ അറിയുന്നില്ല, അത് നമുക്കറിയാവുന്നതാ. അത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾക്കറിയാൻ. പക്ഷേ അമ്മ പറയുന്ന പൗരുഷത്തെ, അമ്മ അറിയുന്നില്ല എന്ന് പറയുന്ന പൗരുഷത്തിൽ അമ്മയിൽ അടങ്ങിയിരിക്കുന്ന എളിമയുടെ തലത്തെ നമ്മൾ തിരിച്ചറിയാൻ പറ്റണം. സ്ത്രീത്വത്തിൽ തന്നെ ഉണ്ട് ഇത്തരത്തിലൊരു പുരുഷത്വം എന്ന് പറയുന്ന മേൽക്കോയ്മ നേടാനുള്ളൊരവസ്ഥ. അല്ലെങ്കിൽ പുരുഷന്മാരിലുണ്ട് സ്ത്രീകളെ അടക്കി ഭരിക്കാനുള്ള മേൽക്കോയ്മ, അവരുടെ മേൽ സ്ഥാപിക്കാനുള്ള ഒരു പൗരുഷത്തിൻ്റെ തലം ഉണ്ടെങ്കിൽ പരിശുദ്ധ മറിയം പറയുന്നു ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ രണ്ടാമത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് നമുക്കുള്ള തടസ്സം എന്ന് പറയുന്നത്. ഇതാണ് പുരുഷനെ അറിയുന്ന തടസ്സം നമ്മിലുണ്ട്. പുരുഷനെ അറിയുന്ന ഒരു തടസ്സം നമ്മിലുണ്ടെങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് കടന്ന് വരികയില്ല. ആമേൻ, ഹല്ലേലൂയ. പുരുഷനിൽ നിന്ന് സകലതും എന്നുള്ളതാണ് എന്താ പറയുക ഉൽപ്പത്തി ചരിത്രം. പുരുഷനിൽ നിന്ന് മനുഷ്യവംശം മുഴുവൻ. അമ്മയിൽ നിന്ന് മക്കള് എന്നുള്ള തലത്തിൽ നിന്ന് ഏറ്റവും ഉൽപ്പത്തിയിലേക്ക് എത്തുമ്പോൾ പുരുഷനിൽ നിന്ന് സകലതും, ആധിപത്യത്തിൽ നിന്ന് സകലതും. ആ പുരുഷൻ ക്രിസ്തു തന്നെയാകുന്ന പുരുഷൻ എന്ന് വേണേൽ നമുക്ക് കാണാം. 3 പേരാണ് ലോകത്തിൽ ഉത്ഭവ പാപമില്ലാതെ ജനിച്ചത്. അതൊന്ന് പരിശുദ്ധ മറിയവും, 2 ആദം, 3-ാമത്തേത് ഹവ്വ. ഇത് 3ലും ഉത്ഭവ പാപമില്ല പ്രിയപ്പെട്ടവരെ, അവരിലില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയത്തെ 2ാം ഹവ്വ എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആദ്യത്തെ ഹവയിലും ഉത്ഭവ പാപമില്ല. പക്ഷെ അവൾ പാപത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടത് എപ്പോഴാണ്? അനുസരണക്കേടിൻ്റെ അരൂപിയും നുണയുടെ അരൂപിയും അവളിൽ രൂപമെടുത്തു. അതിന് കാരണം എന്താ? ഉൽപ്പത്തി 1:2 പറയുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നത് കൊണ്ട്. അന്ധകാരമുണ്ട്, സൃഷ്ടിക്കപ്പെടാത്തത് എന്തെങ്കിലും ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അന്ധകാരത്തെ മാത്രമാണ്. ആഴത്തിന് മുകളിൽ അന്ധകാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടായിരുന്ന അന്ധകാരത്തിൻ്റെ തലം, പ്രിയപ്പെട്ട ദൈവജനമേ, അത് നമ്മിൽ ഇന്നും ആധിപത്യം പുലർത്തുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അന്ധകാരത്തിൻ്റെ തലം ഇന്നും എന്നിലും നിങ്ങളിലും ആധിപത്യം പുലർത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ പലതിലും നമുക്കൊരു ഉത്തരം കിട്ടാതാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമ്മളിതൊന്ന് ചാരി വയ്ക്കാൻ നോക്കും. ചാരി വയ്ക്കാൻ നോക്കും. അതാണ് ഹവ്വ പറഞ്ഞത്, സർപ്പം എന്നെ വഞ്ചിച്ചു. ഇതാണ് ഉത്തരം കിട്ടിയത്. എവിടെയെങ്കിലും ഇതൊന്ന് ചാരി നിർത്തണം. ഇതിൻ്റെ പേരാണ് പുരുഷത്വം എന്ന് പറയുന്നത്, പൗരുഷം എന്ന് പറയുന്നത്. എന്താ? ഞാൻ ചെയ്ത തെറ്റിൽ എൻ്റെ ഭാഗമല്ല, പുറമേ നിന്ന് വന്ന ഒരവസ്ഥയാണ് എന്നെ കൊണ്ട് പാപം ചെയ്യിച്ചത്. അപ്പോൾ എന്നിലൊരു പേഴ്സണാലിറ്റി ഇല്ല എന്നുള്ളതായി. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ പരിശുദ്ധ മറിയം പറയുന്നു ഞാൻ പുരുഷനെ അറിയുന്നില്ല. നമ്മളും അറിയരുത്. ചില മേഖലകളിലെല്ലാം എളിമപ്പെട്ടാൽ അതിനർത്ഥം പുരുഷനറിയാത്തതാ. ചില മേധാവിത്വമൊന്നും എന്നിലില്ല എന്ന് ഞാൻ വിളിച്ചു പറയുന്നിടത്താണ് പരിശുദ്ധാത്മാവ് ഈസിയായിട്ട് നമ്മളിലേക്ക് വരുള്ളൂ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ മൂടിയിട്ടിരിക്കുന്ന തലങ്ങളാണിതെല്ലാം. ചില മേധാവിത്വം, ചില മേൽക്കോയ്മകളുടെ ആധിപത്യം നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നിലനിൽക്കുന്ന, കുടികൊള്ളുന്ന പരിശുദ്ധാത്മ ശക്തിയെ അതിങ്ങനെ മൂടിയിട്ടിട്ടുണ്ടാകും. അതൊന്നിലേക്കും ചെന്നെത്താൻ അത് സമ്മതിക്കത്തില്ല. ഈ മേധാവിത്വത്തിൽ നിന്ന് അമ്മ പറയുന്നു ഞാൻ പുരുഷനെ അറിയുന്നില്ല. നമ്മൾ ആ ഒരു ആംഗിളിൽ ആ വചനത്തെ സ്വീകരിച്ചാൽ നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധാത്മാവ് എളിമയുള്ളിടത്തേ വരുള്ളൂ. എളിമയില്ലേ പരിശുദ്ധാത്മാവ് വരത്തില്ല പ്രിയപ്പെട്ടവരെ. അശുദ്ധി ഉള്ളിടത്ത് പരിശുദ്ധാത്മാവ് വരില്ല, അഴുക്കുള്ളിടത്തും പരിശുദ്ധാത്മാവ് വരില്ല. നമ്മൾ പറയില്ല, നമ്മുടെ വീട് എങ്ങനെയെല്ലാം ക്ലീനാക്കിയാലും ഒരാഴ്ച പോലും നിൽക്കില്ല, അതിനുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ മാറാലയും പൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും.
ഒരു തരത്തിലും ക്ലീൻ ആവത്തില്ല. ഈ ക്ലീനിങ് പ്രോസസ്സിലെ അത് പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുന്ന പ്രവൃത്തിയാണ്. അത് പൈശാചികതയാണത്. ആ പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുന്ന പ്രോസസ്സാണ്. ഓരോ വീടുകളിലും അടിച്ചു വാരണം. നമ്മൾ അടിച്ചു വാരുക എന്ന് പറയുന്നത് ലൂക്ക 15 2 പാരബിളിൽ പറയുന്നുണ്ട്. ഒരു സ്ത്രീക്ക് 10 നാണയം ഉണ്ടായിരിക്കുകയും 1 നഷ്ടപ്പെട്ടപ്പോൾ അവൾ അടിച്ചു വാരി വിളക്ക് കൊളുത്തി. അടിച്ചു വാരുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതം. വൃത്തി ഉള്ളിടത്തെ പരിശുദ്ധാത്മാവ് വരുള്ളൂ. എത്ര ദിവസം പള്ളിയിൽ പോകുന്ന സ്ത്രീയാണ് പുരുഷനാണെന്ന് പറഞ്ഞാലും വേഷവും വ്യക്തിത്വവും കണ്ടാൽ അറിയാം പള്ളിയിൽ പോകുന്നത് വെറും ഒരു പ്രഹസനമാണോ ഇല്ല എന്നുള്ളത് നമുക്ക് വായിച്ചറിയാൻ പറ്റും. വീട് കണ്ടാൽ അറിയാൻ പറ്റും. അവരുടെ വീട്ടിൽ എല്ലാം ഓർഡർ അല്ലെങ്കിൽ വീട് നീറ്റല്ല, പുല്ലെല്ലാം പിടിച്ച് കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ, വെറുതെയാണ്. അതൊക്കെ പറയുന്നതെല്ലാം വെറുതെയാണ്. അവരിലൊന്നും ആത്മാവിൻ്റെ ശക്തിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അവരുപയോഗിക്കുന്ന റൂം നോക്കിയാൽ അറിയാം. അവരുടെ റൂമിലെ ഭിത്തി നോക്കിയാൽ അറിയാം. അവർ യൂസ് ചെയ്യുന്ന കട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കി നമുക്കറിയാം പരിശുദ്ധാത്മാവുണ്ട് എന്ന് പ്രസംഗം മാത്രമാണോ അല്ലെങ്കിൽ അതിൽ പ്രവൃത്തിയിലുണ്ടോ എന്നുള്ളത്, വ്യക്തിത്വത്തിൽ അതുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. കാരണം വൃത്തിയില്ലാത്തിടത്ത് വസിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധ അമ്മയിൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയാണ്. അമ്മ എന്ന് പറയുന്നത് നമ്മളിൽ എല്ലാവരിലുള്ള അവസ്ഥയാണെങ്കിൽ പരിശുദ്ധി എന്ന് പറയുന്നത് നമ്മളിൽ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് വഴി കിട്ടുന്ന സ്ഥാനമല്ല, മറിച്ച് അതിനെ തിന്മയിൽ വീഴാതെ അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് നന്മ പറഞ്ഞു കൊടുത്ത് വളർത്തുന്നതിനെയാണ് അമ്മയെന്ന് പറയുന്നത്. അത് പുരുഷന് സാധിക്കുന്ന കാര്യമാണ്. അമ്മ തന്നെയാണത്. പ്രസവിക്കുന്നത് വഴി മാത്രമാകുന്നതല്ല അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധി എന്ന് പറയുന്ന ഒരു തലമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഈ പരിശുദ്ധി എന്ന് പറയുന്ന തലം നമ്മുടെ ഭവനങ്ങളിൽ ഇല്ലെങ്കിൽ ഒരിക്കലും, നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന് വലിയൊരു സംഭവമൊക്കെ സ്വീകരിച്ച് പോകും. വീട്ടിലെത്തുമ്പോൾ എല്ലാം ഇങ്ങനെ ഒരു കാറ്റഴിച്ച് വിട്ട ബലൂൺ പോലെ ആയിത്തീരുന്നത് ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് കടന്നു വരുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ധ്യാനകേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഭവനം തന്നെയാണ്. ഭവനം വിശുദ്ധമാണെങ്കിൽ ധ്യാനകേന്ദ്രങ്ങൾ അതിവിശുദ്ധമായിരിക്കുള്ളൂ. പക്ഷേ നമുക്ക് ധ്യാനകേന്ദ്രങ്ങൾ വിശുദ്ധവും ഭവനം അശുദ്ധവുമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം വൃത്തിയില്ലാത്തത് കൊണ്ടാണ്. നമ്മളിൽ വൃത്തിയില്ലേ, പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ സ്വീകരിച്ചാലും നിങ്ങളിൽ നിലനിൽക്കുകയില്ല. ഇവിടെ തന്നെ വെച്ച് പോകേണ്ടി വരും, ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഇതിനെ ഭവനത്തിലേക്ക് കൊണ്ടുപോകണമോ, ഭവനം വൃത്തിയായിരിക്കണം പ്രിയപ്പെട്ടവരെ. വൃത്തികേടാവരുത്. അലസതയുള്ളിടത്തും പരിശുദ്ധാത്മാവ് വരില്ല. അതാണ് അമ്മ അടുത്തത് പറയുന്നത്. അമ്മ യൂദയായിലെ ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അമ്മയെപ്പറ്റി പറയുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ തലങ്ങൾ നോക്കിയാൽ അമ്മയെ കണ്ടാൽ അറിയാം. പുത്രനെ കാണുന്ന അതിന് ശേഷമല്ലേ. പുത്രൻ വരുന്നതിന് മുൻപ് എന്തുകൊണ്ട് പുത്രൻ ഇവളിൽ നിന്ന് വന്നു എന്നുള്ള ചില കാരണങ്ങൾ സ്വർഗം നമുക്ക് എക്സ്പ്ലനേഷൻ തരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം. മേധാവിത്വത്തെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം. എന്തുകൊണ്ടാണ് മേധാവിത്വം എന്ന് പറയുന്നത്? ലോകത്തിൻ്റെ രക്ഷകൻ എന്നിലൂടെ വന്ന പിന്നെ ഞാൻ ആരായി? ആ മേധാവിത്വത്തെ ഞാൻ അറിയുന്നില്ല. ആ ഒരു തലം എന്നിലില്ല, ആ ഒരു പൗരുഷം എന്നിലില്ല എന്ന അമ്മ പ്രഖ്യാപിക്കുന്നതാണ് അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത്. അമ്മ പ്രഖ്യാപിക്കുക, അങ്ങനെ ഒരു തലം എന്നിലില്ല, അങ്ങനെ ഒരു അവസ്ഥ എന്നിലില്ല. ആ ഒരു മേധാവിത്വത്തെ ഞാൻ ശീലിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തലമില്ലാത്തതുകൊണ്ട് അമ്മ പറഞ്ഞത് മനസ്സിലാക്കുന്നത് ആരോടാ? ഗബ്രിയേലിനോടാ, വിശുദ്ധ ഗബ്രിയേലിനോട്. സ്വർഗത്തിൽ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന അതിശ്രേഷ്ഠന്മാരിൽ ഒരാളോട് പറയുകയാണ്, ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പുരുഷനെ അറിയാത്തതിന് കാരണം ഞാൻ പുരുഷനെ അറിയാത്തതല്ല, മറിച്ച് എന്നിൽ ആ അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നിൽ ആ അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ്. ഈ ഒരവസ്ഥ നിങ്ങളിലുണ്ടാവരുത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ ഈ ഒരവസ്ഥ നിങ്ങളിലുണ്ടാവരുത്. അമ്മ സംസാരിച്ച് തുടങ്ങിയത് എവിടെ തൊട്ടാണ് പ്രിയപ്പെട്ടവരെ? അമ്മയോട് സംസാരിച്ചതിന് മറുപടിയായിട്ടേ അമ്മ സംസാരിച്ചിട്ടുള്ളൂ. അമ്മ സംസാരിച്ചു തുടങ്ങിയത് എവിടെയാണ്? ബൈബിളിൽ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാനായിൽ അമ്മ സംസാരിച്ചു. ഇങ്ങോട്ട് സംസാരിക്കാതെ അങ്ങോട്ട് സംസാരിച്ചത് 4 സുവിശേഷങ്ങളെടുത്താൽ നമുക്ക് മനസ്സിലാകും. കാനായിൽ മാത്രമാണ്.
ബാക്കി ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ലും 2-ലും ഒക്കെ നമ്മൾ കാണുമ്പോൾ അമ്മയോട് ചോദിച്ചതിൻ്റെ മറുപടിയാണെങ്കിൽ ബാക്കിയുള്ളിടത്ത് അങ്ങനെയല്ല. അമ്മ സംസാരിച്ചതപ്പോഴാണ് സ്വർഗത്തിന് മുകളിൽ, സ്വർഗത്തിന് മേൽ അമ്മയ്ക്ക് അധികാരമുണ്ട്, ഭൂമിക്ക് മേലും അമ്മയ്ക്ക് അധികാരമുണ്ടെന്ന് പറയുന്ന 2 തലം അമ്മ പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല. ഭൂമിയുടെ ആവശ്യം സ്വർഗത്തിലേക്ക് പറഞ്ഞപ്പോൾ ഒരു അധികാരത്തിൻ്റെ, എനിക്ക് ഞാൻ പറഞ്ഞാൽ നടക്കും എന്ന് പറയുന്നൊരു അധികാരത്തിൻ്റെ തലം സ്വർഗത്തിലേക്കുണ്ട്. രണ്ടാമത്തേത് ഭൂമിയോട് പരിശുദ്ധ അമ്മ പറഞ്ഞു അവൻ പറയുന്ന പോലെ ചെയ്. 2ഇടത്തും എനിക്ക് സ്വാധീനമുണ്ട് എന്നുള്ളതല്ലേ അതിനർത്ഥം. 2ഇടത്തും ഒരു കൽപ്പനയാണ് അമ്മ പുറപ്പെടുവിക്കുന്നത്. 2ഇടത്തും ഒരു കൽപ്പനയാണ്, 2ഇടത്തും ഒരു അപേക്ഷയല്ല. അപേക്ഷയുടെ സ്വരം അതിനകത്ത് കേൾക്കാൻ പറ്റുന്നില്ല. അവർക്ക് വീഞ്ഞില്ല, നീ എനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരു അപേക്ഷയില്ല. അവർക്ക് വീഞ്ഞില്ല, മുറിച്ച മുറിയാണ്, അവർക്ക് വീഞ്ഞില്ല. അത് ഏത് രീതിയിലും സ്വീകരിക്കാം സ്വർഗത്തിന്. ഇത്രയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെ റോള്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. എന്താണോ നിങ്ങളുടെ ആവശ്യം അതുമാത്രം. അതിനപ്പുറത്തേക്കൊരു എക്സ്പ്ലനേഷൻ അമ്മ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളിൽ നിന്ന്. അമ്മയും അത് പ്രതീക്ഷിക്കുന്നില്ല. അമ്മ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കി, എല്ലാം മുറിച്ച മുറിയാൽ അമ്മ നിർത്തി. ചുരുക്കമേ അമ്മ സംസാരിച്ചുള്ളൂ, വളരെ ചുരുക്കമേ അമ്മ സംസാരിച്ചുള്ളൂ. ഇതുകൊണ്ട് തന്നെ സഭ അമ്മയെ പറയുന്നുണ്ട് അവൾ പരിശുദ്ധാത്മാവിൻ്റെ വിതരണക്കാരിയാണ്. പരിശുദ്ധമ്മ ഇതുകൊണ്ട് തന്നെ സഭ പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ വിതരണക്കാരിയാണ്. മിസ്സസ് തോമസ് അക്വീനാസ് പറഞ്ഞത് എന്താണ്? അമ്മയ്ക്ക് വണക്കം കൊടുത്താൽ പറ്റില്ല, അതിവണക്കം കൊടുക്കണം, ഹൈപ്പർ ഡൂലി അമ്മയ്ക്ക് കൊടുക്കണം. കാരണം അവൾ സഹരക്ഷക എന്ന് പറയുന്ന, രക്ഷാകര ചരിത്രത്തിൽ സഹരക്ഷക എന്ന് പറയുന്നൊരു റോള് യേശു ശരീരം കൊണ്ട് സഹിച്ചപ്പോൾ അമ്മ ആത്മാവിൽ ഏറ്റെടുത്ത സഹരക്ഷക എന്ന് പറയുന്ന അവസ്ഥ സ്വീകരിച്ചവളാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് വിശുദ്ധർക്ക് കൊടുക്കുന്നൊരു വണക്കം അവൾക്ക് പാടില്ല, അവൾക്ക് അതിവണക്കം കൊടുക്കണം എന്ന് പറയുകയുണ്ടായി. അതിവണക്കം സ്വീകരിച്ചവളാണ് പരിശുദ്ധമ്മ. അതിവണക്കം അർഹതപ്പെട്ടവളാണ് പരിശുദ്ധമ്മ. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്ന ആദരവിൽ അതിവണക്കത്തിൻ്റെ ആദരവ് ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമുക്ക് തന്നിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഇതിലും നല്ലൊരു ഗിഫ്റ്റ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് കിട്ടാനില്ല. ഏറ്റവും നല്ല ഗിഫ്റ്റ് പരിശുദ്ധ മറിയമാണ്. 2ഇടത്തും സ്വാധീനമുള്ളവരെയാണ് നമുക്ക് ആവശ്യം. നമ്മളിപ്പോൾ ഏതെങ്കിലും പാർട്ടിയുടെ ആളാണെങ്കിൽ പോലും ഭരണത്തിലിരിക്കുമ്പോഴേ ആ വ്യക്തികളെ കൊണ്ട് നമുക്കെന്തെങ്കിലും ഒരു സ്വാധീനം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവരുടെ സ്വാധീനത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അവർ ഭരണത്തിലിരിക്കുമ്പോൾ മാത്രമാണ്, അല്ലാത്തപ്പോൾ നമുക്ക് നടക്കില്ല. പക്ഷേ പരിശുദ്ധമ്മ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ കന്യകയാണ്. സ്വർഗത്തിൻ്റെ കന്യകയും ഭൂമിയിലേക്ക് പുത്രനെ സ്വീകരിച്ചവളുമാണ്. സ്വർഗത്തിൽ നിന്ന് പുത്രനെ സ്വീകരിച്ചവൾ പരിശുദ്ധമ്മയാണെങ്കിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെടുത്ത് വായിച്ചാൽ മനസ്സിലാകും എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടത്, ഉജ്ജ്വലിപ്പിക്കേണ്ടത്. ഇത് അഗ്നി അഭിഷേകത്തിൻ്റെ ധ്യാനമായതുകൊണ്ട് അഗ്നിയാൽ ഉറകൂട്ടപ്പെടുന്നതിനുള്ള തടസ്സങ്ങളെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. അപ്പോൾ തടസ്സങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുന്നത് നമ്മൾക്ക് ഈസി ആകും, കുറേ കൂടെ ഓപ്പൺ ആകും. അതല്ലേ നമ്മൾ ചിന്തിക്കും എല്ലാ ധ്യാനങ്ങളും ഇങ്ങനെ കുറേ പ്രസംഗിച്ച് കുറേ കേട്ട് തിരിച്ചു പോകുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അത് പോകാൻ കാരണം വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാട് വീട്ടിലുള്ളത് കൊണ്ടാണ്. എത്ര വലിയ അഭിഷേകമുള്ള സെൻറ്ററിൽ നിങ്ങൾ ധ്യാനം കൂടിയാലും നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്തെങ്കിലും കാരണം കൊണ്ട് മലിനമാണോ, ഒരഭിഷേകം അവിടെ നിൽക്കില്ല പ്രിയപ്പെട്ടവരെ. എത്ര വലിയ ധ്യാനം കൂടിയാലും നിൽക്കില്ല. നിങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ ക്യാൻസർ പോലെ. അത് ഹീൽ ചെയ്യപ്പെടും ചില ധ്യാനകേന്ദ്രങ്ങളിൽ വെച്ച്, നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തിക്കുക, ആ സൗഖ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തലം വരും. ആ കിട്ടിയ സൗഖ്യം കൊണ്ട് എന്നിട്ട് നിങ്ങളുടെ കണ്ണുനീരൊഴിയാത്തൊരു ഫീല് നിങ്ങൾക്ക് അനുഭവപ്പെടും. മറ്റൊന്നു വരും. കാരണം എന്താണെന്നറിയോ? കൃപ വയ്ക്കേണ്ട ഇടം പരിശുദ്ധമായിരിക്കണം. നിങ്ങൾ കൃപ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൃപ നിലനിർത്തേണ്ട ഇടം പരിശുദ്ധമല്ലെങ്കിൽ നിങ്ങളിൽ കൃപ നിലനിൽക്കുകയില്ല. ഹല്ലേലൂയ. എവിടെ നിന്നെല്ലാം നിങ്ങൾ കൃപ മേടിച്ചാലും, എത്ര വലിയ അഭിഷേകത്തിൻ്റെ കൃപ മേടിച്ചാലും പ്രിയപ്പെട്ടവരെ, നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. ഞങ്ങൾ അതിനും ഒരു ധ്യാനം വെച്ചിട്ടുണ്ട്, നിലനിൽപ്പിനുള്ള വരം കിട്ടാനായിട്ടുള്ള ധ്യാനം. ഞങ്ങൾ അതിനും ധ്യാനം വെക്കും. പക്ഷെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നിലനിർത്തേണ്ടത്
എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, മറ്റാരുടെയുമല്ല. എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്കൊരു 50 ലക്ഷം കൈ കിട്ടിയാൽ ഞാനത് എവിടെയെങ്കിലും കൊണ്ട് വെക്കില്ലല്ലോ. ഞാൻ വഴി സിറ്റൗട്ടിൽ കൊണ്ട് വെക്കുമോ? ഞാനത് പുറത്ത് പോർച്ചിൽ വെക്കുമോ? എവിടെ വെക്കുന്നത്? അത് ആരും കാണാതിരിക്കാൻ, ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതിരിക്കാൻ ഞാനതിനെ സൂക്ഷിക്കുന്നൊരിടമുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു 50 ലക്ഷത്തിൻ്റെ കെട്ട്, ഒരഭിഷേകം കർത്താവ് തന്നു വിട്ടാലും അത് സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സർഫസ് നിങ്ങളുടെ ഭവനത്തിലില്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം സ്വീകരിച്ചാലും ഒരു ഗുണവുമില്ല പ്രിയപ്പെട്ടവരെ. സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് സൂക്ഷിക്കാനുള്ള ഇടം ഉണ്ടാവണം നിർബന്ധമായിട്ടും. ഹല്ലേലൂയ. ഉള്ളവന് നൽകപ്പെടും എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. എന്തുള്ളവനാ? സൂക്ഷിക്കാനായിട്ടുള്ളവന്, സൂക്ഷിക്കാൻ പറ്റുന്നവന് നൽകപ്പെടും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലെ എടുക്കപ്പെടും. അത്രയേ ഉള്ളൂ. നിങ്ങളിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിന്ന് പുറത്തു വരുന്നത് എപ്പോഴാണ്? ധ്യാനം കൂടേണ്ട ആവശ്യം വരുന്നുണ്ടോ? നിങ്ങളിൽ കുറവുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരാളും കർത്താവിനെ അനുഭവിച്ചറിയാൻ വന്നവരല്ല, ഉറപ്പായിട്ടും. ഇന്ന് കുറച്ച് നാൾ ലോകത്തിൻ്റെ ആ രൂപയിലാണ്, ഇനി ഇത്തിരി ദിവസം ഈശോയെ കേൾക്കാം, ആ ഒരു ഇൻറ്റൻഷൻ ആർക്കും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറയാൻ കടബാധ്യതയും രോഗവും മക്കളുടെ ദുരിതവും ഒക്കെ ഉണ്ടാവും, അല്ലാതെ ആരും ഇവിടെ എത്തുന്നില്ല. ആ ദുരിതത്തെ കൊണ്ടുവന്നത് എന്താണ്? ആത്മാവിൻ്റെ അഭാവമല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പോൾ ആത്മാവ് വസിക്കാത്തത് എന്തുകൊണ്ടാണ്? അശുദ്ധി നിലനിൽക്കുന്നുണ്ടല്ലേ? അപ്പോൾ അശുദ്ധിയെ ഭവനം വൃത്തികേടാണോ നിങ്ങളുടേത്? എന്ത് ധ്യാനം കൂടിയിട്ടും, എത്ര വലിയ ധ്യാനം കൂടിയിട്ടും ഒരു കാര്യമില്ല. ധ്യാനത്തിൻ്റെ അഭിഷേകത്തിനുള്ള വ്യക്തികൾ അന്വേഷിച്ച് നമ്മൾ ഓടുന്ന കാലഘട്ടമാണ്. അഭിഷേകത്തിൻ്റെ തലമനുസരിച്ച് നമ്മൾ ഓടുന്ന കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. എത്ര വലിയ ശുശ്രൂഷകളാണെങ്കിലും, എത്ര വലിയ ശുശ്രൂഷകനാണെങ്കിലും അവരിൽ നിന്ന് പുറപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ശക്തിയായിരിക്കണം. ഒന്നാമത്തേത് അത് ഞങ്ങളുടെ കാര്യമാണ്. എങ്കിൽ പോലും അവരിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പുറപ്പെട്ടാൽ അത് സ്വീകരിക്കാനുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടാവണം. അതല്ലെങ്കിൽ പ്രവചനങ്ങൾ തെറ്റും, പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ തെറ്റും. നിങ്ങളെക്കുറിച്ച് പറയുന്നതെല്ലാം നേരെ തലതിരിഞ്ഞു വരും. അലസതയുണ്ടോ? പരിശുദ്ധാത്മാവ് നിലനിൽക്കില്ല. ഉറക്കം കൂടുതലാണോ? പരിശുദ്ധാത്മാവ് നിലനിൽക്കില്ല. പ്രിയപ്പെട്ടവരെ, പകല് ചെയ്യേണ്ടത് പകല് ചെയ്ത് രാത്രി ചെയ്യേണ്ടത് രാത്രിക്ക് തന്നെ വിട്ടുകൊടുക്കണേ. അത് ഉറക്കമാണ്. അത് പകല് വിട്ടുകൊടുക്കരുത്. പകലിന് ഉറക്കത്തെ കൊടുത്താൽ പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടുമാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ സമയത്തിന് കൽപ്പിച്ചത് അതിന് വിട്ടുകൊടുത്തേക്കുക. അത് നീ വഴി മാറ്റി ചെലവഴിക്കരുത്. ദൈവം നിനക്ക് തന്നതിനെ വഴി മാറ്റി ചെലവഴിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് വസിക്കില്ല പ്രിയപ്പെട്ടവരെ. ദൈവം തന്നിരിക്കുന്നത് ഭക്ഷണത്തിനും ഒരു സമയമുണ്ട്. അത് മാറിക്കഴിച്ചാൽ നിനക്ക് ഹോസ്പിറ്റലിലെത്താം. നീ പാപം ചെയ്യുമ്പോൾ ധ്യാനകേന്ദ്രത്തിലെത്തുന്നത് പോലെ നീ ഭുജിക്കുന്നത് സമയം തെറ്റിയാണെങ്കിൽ നീ ആശുപത്രിയിലെത്തും. ഇത്രയേ ഉള്ളൂ. ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നിങ്ങൾ നെട്ടോട്ടം ഓടേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിനെ അന്വേഷിച്ച് നിങ്ങൾ എങ്ങും പോകണ്ട. ആത്മാവിൻ്റെ ഹിതം അറിഞ്ഞ് ജീവിച്ചാൽ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലഘട്ടം മാറുമ്പോൾ പരിശുദ്ധാത്മാവിനെ സെർവ് ചെയ്യുന്നത് മാറിക്കൊണ്ടിരിക്കുക. ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള ധ്യാനം, ആന്തരിക സൗഖ്യത്തിന് മറ്റൊരു ധ്യാനം, വിടുതലിന് മറ്റൊരു ധ്യാനം, നിലനിൽപ്പിന് മറ്റൊരു ധ്യാനം. ഇങ്ങനെ ഓരോ തലത്തിൽ പരിശുദ്ധാത്മാവിനെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇന്ന് പല ധ്യാനങ്ങളും. കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ധ്യാനങ്ങൾ വെച്ചിരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആത്മാവും ജീവനും എന്ന് പറയുന്നത് പരിശുദ്ധ വചനമാണ്. ഇതിൽ നിന്ന് പുറപ്പെടുന്നതാണ് ആത്മാവും ജീവനുമെങ്കിൽ ഇത് നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇതിൽ നിന്ന് പുറപ്പെടുന്ന ഒരേ ശക്തിയാണ്, ഒരു മാറ്റവുമില്ല. ഈ വചനം, ഈ വെളിപാടിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കെ ധ്യാനങ്ങളെയോ വചനങ്ങളെയോ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ സ്വീകരിക്കേണ്ട മനസ്സ് നിങ്ങൾ കാണിച്ചാൽ അത് നിങ്ങളിൽ എവിടെയെല്ലാം വന്നിട്ടുണ്ടോ, എവിടെയെല്ലാം അതിൽ നിങ്ങളിൽ കുറവുണ്ടോ, അവിടെയെല്ലാം ഇത് നിങ്ങളിൽ നിറവായിട്ട് മാറിക്കോളും. ഉൽപ്പത്തി മുതൽ തന്നെ എടുത്ത് വായിച്ചാലേ വെളിപാടിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. വെളിപാടെടുത്ത് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല.
എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം മുതൽ തിരുത്തപ്പെട്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവാണല്ലോ എന്നിൽ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ പറയും ഒരു തരിപ്പ്, ഒരു വെപ്രാളം, ഒരു ക്ഷീണം, ഇങ്ങനെ പറഞ്ഞ് നിങ്ങളതിനെ ശരീരത്തിൻ്റെ അനുഭവമാക്കി മാറ്റിക്കളയും. അതുകൊണ്ട് ഉൽപ്പത്തി മുതൽ കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഈ അടിസ്ഥാന കാര്യങ്ങളിരുന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് നിങ്ങളാണ്, നിങ്ങളായിരിക്കുന്ന അവസ്ഥകളാണ്, നിങ്ങളുടെ ജീവിത ചുറ്റുപാടുകളാണ്. വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയും സ്പിരിച്വൽ ബോഡിയും വിശുദ്ധീകരിക്കപ്പെടാതെ ഒരിക്കലും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിലനിൽക്കുകയില്ല. കാരണം അമ്മയിൽ അത് കടന്നു വന്നപ്പോൾ അമ്മയിൽ അത് നിലനിൽക്കാനും ഇന്നും അവളിൽ നിന്ന് അവിഹിതം കൈപ്പറ്റാനും കാരണം അമ്മ പരിശുദ്ധയായതുകൊണ്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൂതൻ നമ്മളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നാലാമത്തേത് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മിലുള്ള തടസ്സമാണ്. പരിശുദ്ധമ്മയെക്കുറിച്ച് നിങ്ങൾ കേട്ടെ, അമ്മ കൃപയുള്ളവരെ കണ്ടെത്തിയില്ല. അമ്മ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൃപയുള്ളവരെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിനുള്ള മറ്റൊരു തടസ്സം. അമ്മ കൃപയുള്ളവരെ കണ്ടെത്തിയില്ല, അമ്മ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി. കൃപയുള്ളവരെ കണ്ടെത്താൻ വണ്ടിക്കൂലി മാത്രം മതി, വേറെ ഒരു ഒരുക്കവും വേണ്ട, ഈസിയാണ്. അവിടെ നിന്ന് കിട്ടാനുള്ളത് മേടിച്ച് തിരിച്ചു പോകാം. പക്ഷെ അമ്മ അത് ചെയ്തില്ല, പകരം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുക. അതിന് കുറച്ച് വില കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അടുത്തതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നിങ്ങൾ സ്വർഗത്തിന് കൊടുക്കേണ്ട വില എന്ന് പറയുന്നത്. നീ കൊടുക്കേണ്ട വില നിനക്ക് എത്ര അധികം കിട്ടണമോ അത്രയും വില നീ കൊടുക്കാതെ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ വരില്ല. ഞാൻ പാപത്തിൽ തന്നെ ജീവിക്കും, പരിശുദ്ധാത്മാവ് പക്ഷേ എൻ്റെ ഉള്ളിൽ വരണം. നടക്കില്ല പ്രിയപ്പെട്ടവരെ. നീ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക മാത്രമല്ല, മേലിൽ ചെയ്യാതിരിക്കാനുള്ള ദൃഢനിശ്ചയം കൂടി എടുത്തെങ്കിലേ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ വരുള്ളൂ. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുക അമ്മ ചെയ്ത, അമ്മ പഠിപ്പിച്ച ഏറ്റവും വലിയ ധ്യാനമാണത്. അമ്മ പഠിപ്പിച്ച ധ്യാനത്തിൻ്റെ ഏറ്റവും നല്ല പേരാണ് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുക എന്ന് പറയുന്ന ധ്യാനം. ഇതാണ് ദൂതൻ അത് അമ്മയ്ക്ക് സർട്ടിഫൈ ചെയ്തു കൊടുത്തു. അമ്മ പറഞ്ഞതല്ല ഞാൻ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയെന്ന്, ദൂതനാണ് പറഞ്ഞത്. മറിയമേ പേരുച്ചരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി. നമുക്കില്ലാത്ത ഒരു ക്വാളിറ്റിയാണ് പ്രിയപ്പെട്ടവരെ അത്. നമ്മൾ കൃപയുള്ളവരെയാണ് നോക്കി ജീവിക്കുന്നത്, കൃപയുള്ള ഇടങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്. ദൈവസന്നിധിയിൽ നോക്കിയാൽ എല്ലാം അവിടെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് നോക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയോ? അങ്ങോട്ട് നോക്കണമെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ പല തിമിരവും എടുത്തു മാറ്റണം. എൻ്റെ കണ്ണ് ഞാൻ തുറന്നു പിടിച്ചാൽ ഞാൻ കാണുന്ന ആദ്യത്തെ വിഷൻ തോട്ട്സാണ്. ഞാൻ ചെയ്ത പാപങ്ങളുടെ തോട്ട്സാണ് ആദ്യം എൻ്റെ കണ്ണ് കാണുന്നത്. രണ്ടാമത്തേത്, ഈ തോട്ട്സ് ഞാൻ ഒരു വിധത്തിൽ തുളച്ച് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അപ്പുറത്തെത്തിയാൽ പിന്നെ അവിടെ ആസക്തി നിറഞ്ഞ നോട്ടം കയറി വരും. മൂന്നാമത്, അതും കഴിഞ്ഞ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ വിഷൻ ഒന്നും കൂടി ഷാർപ്പാക്കിയാൽ അസൂയ, അഹങ്കാരം, ഇതെല്ലാം എൻ്റെ കണ്ണിൻ്റെ വിഷനെ ബാധിക്കുന്നതാണ്, വിഷനിലൂടെ പുറത്തു വരുന്നതാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചോ, ഏറ്റവും ആദ്യം നിങ്ങൾ കാണുന്നത് സ്വർഗസ്ഥനായ പിതാവിനെയല്ല, നിങ്ങൾ ചെയ്ത പാപത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്ന തോട്ട്സ് ആയിരിക്കും ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം കണ്ണിലൂടെ നീ കാണുന്നത്. അതിനുശേഷമേ ദൈവത്തെ ദർശിക്കാൻ പറ്റാറുള്ളൂ. കാരണം എന്താണെന്നറിയോ? ചെയ്ത പാപം അതിങ്ങനെ കിടക്കുന്നുമില്ല, അത് പോകത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമ്മയെക്കുറിച്ച് പറയുന്നത്, മറിയമേ നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മറിയം യഥാർത്ഥത്തിൽ ഭയപ്പെട്ടിട്ടില്ല. കാരണം ഭയം എന്ന് പറയുന്നത് എന്താണ്? അരൂപിയാണ്, സ്പിരിറ്റ് ഓഫ് ഫിയർ. അപ്പോൾ ഈ അരൂപിയിൽ ഈ ഭയത്തിൻ്റെ അരൂപി നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാത്തിനോടും ഭയമായിരിക്കും. എന്തിനോടും നമുക്ക് ചെന്ന് നിൽക്കാൻ പറ്റില്ല, ഒരാളുടെ മുന്നിൽ ചെല്ലാൻ പറ്റില്ല, ഒരു ക്രൗഡിന് നടുവിൽ നമുക്ക് ചെല്ലാൻ പറ്റില്ല, നമ്മളോടൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. എന്തിനോടും ഭയം തോന്നുന്നുണ്ടെങ്കിൽ അത് അരൂപിയാണ് പ്രിയപ്പെട്ടവരെ, അതെൻ്റെ സ്വഭാവമല്ല, അത് അരൂപിയാണ്.
ഈ അരൂപി എന്നിലുള്ളിടത്തോളം കാലം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. പക്ഷെ ഇവിടെ ദൂതൻ പറയുന്നു, മറിയമേ നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മറിയത്തിൻ്റെ ഭയം എന്താണ്? അരുളപ്പാടുകൾ കേട്ടപ്പോൾ ഉള്ള ഭയമാണോ? അല്ല പ്രിയപ്പെട്ടവരെ, അതല്ല. അവിടെയും പരിശുദ്ധ മറിയത്തിൻ്റെ എളിമയുടെ തലം നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തൻ്റെ മുന്നിൽ എത്തുമ്പോൾ അമ്മയിൽ നിന്നുണ്ടാകുന്ന ഭയം സ്വർഗത്തെക്കുറിച്ചാണ്, അവളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് എളിമയിൽ നിന്ന് ഫോം ചെയ്യുന്നൊരു ഭയമുണ്ട്. ദൈവമേ, എൻ്റെ പ്രവൃത്തികളെ നീ മാനിക്കുന്നുണ്ടോ എന്നൊരു ഭയമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് പ്രാർത്ഥിക്കുന്നവർക്കേ ഉള്ളൂ. ദൈവ വിചാരമുള്ളവർക്കുണ്ടാകുന്നൊരു ഭയമുണ്ട്. എന്തിനോടും അഭിമുഖീകരിക്കാനുള്ള ഭയമല്ലത്. എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ പാപിയാണോ, ഞാൻ ഓക്കെ ആണോ എന്നുള്ള ഒരു അഭിഷേകത്തിൻ്റെ തലമുണ്ട് ഭയത്തിന് പുറകിൽ. എല്ലാ ഭയത്തിന് പുറകിലും അരൂപി എന്ന് നമ്മൾ പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഭയത്തെക്കുറിച്ച് ഇവിടെ ദൂതനാണ് അമ്മയോട് പറയുന്നത്. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ വ്യക്തിക്ക് എങ്ങനെ ഭയം ഉണ്ടാകും? അപ്പോൾ ആ ഭയം എന്തിനെ സംബന്ധിച്ചുള്ള ഭയമാണ് പ്രിയപ്പെട്ടവരെ? അമ്മ കണ്ടെത്തിയതാണ് ആ ഭയം. ആ ഭയത്തിൻ്റെ പേരാണ് എൻ്റെ കുറവുകളിലേക്ക് നോക്കാനുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടാണത്. ദൈവത്തിൻ്റെ മുന്നിൽ പരിശുദ്ധ ബലിക്ക് ബലിപീഠം സജ്ജമാക്കപ്പെട്ട് കഴിയുമ്പോൾ, ഒരുക്കപ്പെട്ടിരിക്കുന്ന ബലിപീഠത്തിലേക്ക് ഞാൻ എത്തുമ്പോൾ എൻ്റെ മനസ്സിനൊരു ഭയം തോന്നുന്നുണ്ടോ? നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധ ബലിപീഠത്തിന്, പരിശുദ്ധ കുർബാനയ്ക്ക് ബലിപീഠം സജ്ജമാക്കപ്പെട്ട് കിടക്കുക. നമുക്കറിയാം, അതിലും വലിയ ധ്യാനമില്ല. ഏറ്റവും വലിയ ധ്യാനം പരിശുദ്ധ ബലിയാണ്. അപ്പോൾ ഈ ബലിക്ക് സ്വർഗം മുഴുവൻ സന്നിഹിതമാകുമ്പോൾ ഈ ബലിയിലേക്ക് നമ്മെ ഒരുക്കപ്പെട്ട് ക്ഷണിക്കപ്പെട്ട് ബലിപീഠത്തിനരികെ എന്നെ എത്തിച്ച ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി മൂലം ഞാൻ പരിശുദ്ധമായിട്ടുള്ള ആലയത്തിനകത്ത് ഞാൻ പ്രവേശിക്കപ്പെട്ട ഞാൻ ബലി തുടങ്ങുന്നതിന് മുൻപ് എൻ്റെ ഉള്ളിലൊരു വെപ്രാളം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല എന്നൊരു ചിന്ത വരുന്നുണ്ട്. ദൈവമേ, എത്ര പാപിയാണ് ഞാൻ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട് ഈ ബലി അർപ്പിക്കാൻ. നമ്മളെല്ലാം രാജകീയ പുരോഹിത ഗണമ, അതുകൊണ്ട് ബലി കൂടുന്നവരല്ല, നമ്മൾ ബലി അർപ്പകരാ. അപ്പോൾ ബലി അർപ്പിക്കാനുള്ള യോഗ്യത എൻ്റെ ദൈവമേ എൻ്റെ കരങ്ങൾക്ക്, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉണ്ടോ എന്നു കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തുന്ന ഒരു ഭയമുണ്ട്. ആ ഭയം നന്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരിശുദ്ധമ്മയോട് ഗബ്രിയേൽ മാലാഖ പറയുന്നു, നീ മറിയമേ നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താൻ പറ്റണം. കൃപയുള്ള ശുശ്രൂഷകരെ കണ്ടെത്തുന്നതിൽ ഞാൻ പറഞ്ഞില്ലേ, വണ്ടിക്കൂലി മാത്രം മതി. പക്ഷെ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ദൂതൻ വരും നമ്മുടെ അടുത്ത്, നീ ഭയക്കേണ്ട എന്ന് പറയുന്ന ദൂതൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഇതാണ് വിളി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഇതിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ വിളി എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ മാതാപിതാക്കൾ കണ്ടെത്തിയ കൃപ മക്കളിൽ ദൈവവിളിക്ക് കാരണമാകും. ഒരു പരിധിവരെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു തലം എടുത്തു നോക്കിയാൽ, മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ചിലയിടങ്ങളിൽ കർത്താവ് മക്കളെ പിടിക്കും, തന്നിലേക്ക് അടുപ്പിച്ച് മാതാപിതാക്കളെ തിരുത്തുന്നതുകൊണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അതിന് ഇഷ്ടമുള്ളതുപോലെ കളിമണ്ണ് കണക്കെ ഇഷ്ടമുള്ള രീതിയിൽ കർത്താവ് ഫോം ചെയ്യും. കർത്താവ് ഫോം ചെയ്ത് നമ്മളെയൊക്കെ ഈ ഒരു അവസ്ഥയിൽ സ്പിരിച്വലി ഈ ഒരു ഷേപ്പിൽ ഈശോ നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നുണ്ട്. ഫിസിക്കലി നോക്കരുത്, സ്പിരിച്വലി ദൈവം നമുക്കൊരു ഷേപ്പ് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ചിലതിങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ നിൽക്കുന്നതുകൊണ്ട്, ചിലത് സ്റ്റേണായിട്ട് നിർത്തിയാൽ നിൽക്കുന്ന ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട്, ചിലത് എന്തിനോടെങ്കിലും ഡിപ്പെൻഡ് ചെയ്തേ ജീവിക്കത്തുള്ളൂ. ഇങ്ങനെ സ്പിരിച്വലി ഒരു ഷേപ്പുണ്ട് നമുക്ക്. ഈ ഷേപ്പാണ് നമ്മളുടെ ഫിസിക്കലി നമ്മൾ പെരുമാറുന്നതിൽ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ ഈ ഗുണത്തെ കൂടെ നീ കാണണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ കാണുന്ന നമ്മൾക്കുണ്ടാവേണ്ട നാലാമത്തെ ക്വാളിറ്റിയാണ് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പോകാത്ത ധ്യാന കേന്ദ്രങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും
നിങ്ങൾ പോയിട്ടുണ്ടാവും. ചോദിച്ചാൽ പരിചയമില്ലാത്തത് ഒന്നും ഉണ്ടാവില്ല, എല്ലാം പരിചയക്കാരായിരിക്കുള്ളൂ. എല്ലാവരോടും നിങ്ങൾക്ക് അടുപ്പമുണ്ടാകും. പക്ഷെ നിങ്ങളെക്കുറിച്ചൊന്ന് പറയാൻ തുടങ്ങിയാലാണ് ഈ ധ്യാന കേന്ദ്രങ്ങളൊന്നും നിങ്ങളിലില്ല എന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ബഹളം വയ്ക്കുന്നിടത്ത് കർത്താവിൻ്റെ ശക്തി ഉണ്ടാകണമെന്നില്ല. നിശബ്ദതയുടെ ആഴങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ഏറ്റവും ഡെപ്തുള്ള പ്രെയർ സൈലൻറ്റ് പ്രെയറാണ്. ഏറ്റവും ഡെപ്ത് ദൈവം തൊട്ടു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് സൈലൻറ്റ് പ്രെയറിലാണ്. അവിടെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് നിങ്ങളൊന്ന് സൈലൻ്റ്ലി ദൈവത്തെ ഒന്ന് ആരാധിച്ച് നോക്കുക. ആ ഒരു അഡോറേഷനിൽ, ആ ഒരു ആരാധനയിൽ ദൈവം നിങ്ങളെ സ്പർശിക്കും. തൊട്ടും കർത്താവിൻ്റെ സ്പർശനം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഫിസിക്കലി നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അത് സൈലൻറ്റ് പ്രെയറിൽ മാത്രം കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്, ഏറ്റവും വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നാലാമത് ഞാൻ പറഞ്ഞില്ലേ, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണേ. അപ്പോൾ ഈ ധ്യാനത്തിൽ നിന്ന് ഈ കുറവുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളിലുണ്ടെങ്കിൽ ഈ ധ്യാനത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഈ കുറവുകൾ നികത്താനുള്ള ബോധ്യത്തെ തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണേ. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താനായിട്ട് പറ്റണം. എന്താണ് ദൈവസന്നിധിയിൽ ഞാൻ കണ്ടെത്തിയ കൃപ? ദൈവം എന്ന് പറയുന്നത് കൃപയുടെ സിംഹാസനമാണ്. ത്രിയേക ദൈവം എന്ന് പറയുന്നത് ആ കൃപ മനുഷ്യരിലേക്ക് കടന്ന 3 തായ്വഴികളാണ്. ത്രിത്വിക ദൈവത്തിൻ്റെ 3 തലങ്ങൾ: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സത്തയിൽ ഏകത്വവും വ്യക്തിത്വങ്ങളിൽ വിവിധത്വവും ഉള്ളതാണ് ത്രിയേക ദൈവം. സത്തയിൽ ഒന്ന് തന്നെയാണ് ഏകദൈവം എന്ന് വിളിച്ചാൽ, വ്യക്തിത്വങ്ങളിൽ അത് വിവിധങ്ങളായിട്ട് നിലകൊള്ളുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൻ വന്നു, എല്ലാം സൃഷ്ടിച്ചു. പുത്രൻ വന്നു, പാപത്തിൽ നിന്ന് കരകയറ്റി. പരിശുദ്ധാത്മാവ് വന്നു, എല്ലാം പഠിപ്പിച്ചു. അപ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണ്? സ്നേഹമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മ കൃപ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ പിതാവിനെ അവിടെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാവണം. 2 പുത്രനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാകണം. 3 പരിശുദ്ധാത്മാവിനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാകണം. ഈ 3 തലങ്ങൾ ഒരു വ്യക്തി ഓക്കെ ആക്കിയോ ആ വ്യക്തിയാണ് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ അൾത്താര വണക്കത്തിന് യോഗ്യരാക്കപ്പെട്ട വിശുദ്ധരെ പറ്റി നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെയും നമുക്ക് 2 വിശുദ്ധരെ സഭ നമുക്ക് തന്നു. ഈ 2 വിശുദ്ധരെ സഭ നമുക്ക് തരുമ്പോൾ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അൾത്താരയിലും അവരെത്തിയിട്ടുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. സ്വർഗത്തിലെത്തപ്പെട്ടത് അൾത്താരയിലും ഉണ്ട്. സ്വർഗത്തിലെത്തപ്പെട്ടിട്ടുണ്ടോ? അത് അൾത്താരയിലുണ്ട്. അത് പരിശുദ്ധ സിംഹാസനം അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അത് അൾത്താരയിലുണ്ട്. അൾത്താരയിലുള്ളതിനെ എനിക്ക് വണങ്ങാനുള്ള സാഹചര്യവും കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ട്. എനിക്കതിനെ തന്നിട്ടുണ്ട്. എനിക്കതിനെ ഉപയോഗിക്കാൻ ഞാൻ എവിടെ നിന്ന് കൈപ്പറ്റണം? അൾത്താരയിൽ നിന്ന് കൈപ്പറ്റണം. അൾത്താരയിൽ നിന്ന് വിശുദ്ധി കൈപ്പറ്റണം. അതുകൊണ്ട് വിശുദ്ധരെ അൾത്താര വണക്കത്തിന് യോഗ്യരാക്കി നിർത്തി. അൾത്താരയിൽ നിന്ന് ഞാൻ കൈപ്പറ്റിയതാണ്. ഈ വിശുദ്ധരാണ് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവർ. കാരണം അവരെ ഔദ്യോഗികമായിട്ട് സഭ വിശുദ്ധരെന്ന് നാമകരണം ചെയ്തു. ഔദ്യോഗികമായിട്ട് സഭ അവരെ വിശുദ്ധരെന്ന് നാമകരണം ചെയ്യാൻ കാരണം എന്താണ്? അവരും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി. അവരുടെ പ്രായം വെച്ചിട്ടാണോ അവർ കണ്ടെത്തിയത്? ഇന്നലെ പോയതിൽ 1 15-കാരനും 1 24-കാരനുമാണ്. 2 പേരും യൗവനത്തിൻ്റെ ആ ഒരു തീപ്പൊരിയിൽ നിൽക്കുന്ന സമയത്താണ് സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ട് ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ നമ്മൾ എടുത്തു നോക്കിക്കോ. വിശുദ്ധ മദർ തെരേസയും വിശുദ്ധ ജോൺ പോൾ പോപ്പും കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതാണ് അക്യൂറ്റിസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും വിശ്വാസികളല്ല, ദൈവവിശ്വാസം ഇല്ലാത്തവരാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. അതിൽ നിന്നാണ്, അത്തരത്തിലുള്ള ആ 2 മാതാപിതാക്കളിൽ നിന്ന് ഈ ഒരു വിശുദ്ധിയുടെ പൂവിനെ
കർത്താവ് നട്ടുപിടിപ്പിച്ച് വളർത്തിയില്ലേ പ്രിയപ്പെട്ടവരെ? അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയോ. അദ്ദേഹത്തിൻ്റെ ഗൂഗിളിൽ എടുത്തു നോക്കിയാൽ മറ്റൊരു സെർച്ച് ഹിസ്റ്ററിയും കാണില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത് മൊത്തം ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അത് വേറെ സെർച്ച് ഹിസ്റ്ററി ഒന്നുമില്ല. ഹോളി യൂക്കരിസ്റ്റിനെ പറ്റി മാത്രമേ ഉള്ളൂ. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് മാത്രമാണ്, അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രമാണ്, അതിൻ്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ വിശുദ്ധൻ സെർച്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയൊക്കെ മക്കളുടെ ഒന്ന് ഗൂഗിൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കാണാം, അതിൽ സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കാണാം എന്തെല്ലാം ഉണ്ടെന്നുള്ളത്. മക്കളുടെ നോക്കണ്ട, നമ്മുടെ തന്നെ ഒന്ന് എടുത്ത് നോക്കിയേ, അതിലേതെല്ലാം സെർച്ച് ഹിസ്റ്ററി ഉണ്ട്, ഏതിലൂടെയെല്ലാം പോയിട്ടുണ്ട്. എൻ്റെ മനസ്സ് എവിടെ കിടക്കുന്നു എന്നുള്ളത് ഗൂഗിളിൻ്റെ സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. നിങ്ങളുടെ ഫോൺ നിങ്ങളിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലേ? നിനക്ക് പാപമുണ്ടെന്നുള്ളത് ക്ലിയറാണ്. നിൻ്റെ പാസ്വേഡ് നിനക്ക് മാത്രം അറിയാവുന്ന ഒന്നാണോ? നിന്നിൽ പാപമുണ്ടെന്നുള്ളത് ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നിനക്ക് എന്താ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മറ്റൊരാൾ എന്തെടുക്കാനാ? ഒന്നും എടുക്കുന്നില്ല. കുടുംബത്തിൽ ഇതുപോലും മറ്റൊരാൾ കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കാവൽ മാലാഖയുടെ ഉത്തരവാദിത്വം ഞാനിന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ആരെയാ? ഗൂഗിളിനെയാണ്. കാരണം എന്താ? എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പണ്ട് കാരണവന്മാർ കാവൽ മാലാഖയോട് പറയും, എന്നെ സുരക്ഷിത സ്ഥാനത്ത്, ലക്ഷ്യസ്ഥാനത്ത് നീ എത്തിക്കണേ എന്ന് പറയുമ്പോൾ ഇന്ന് ആ ഡ്യൂട്ടി ഗൂഗിൾ മാപ്പ് ഏറ്റെടുത്തു. അതായത് എൻ്റെ കാവൽ മാലാഖയായി എന്നെ എത്തിക്കും. നീ ഇടത്തോട്ടും വലത്തോട്ടും തിരിയേണ്ട വഴി അവൻ നിനക്ക് പറഞ്ഞു തന്നുകൊണ്ട് എന്നെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്ന ഒരു മാലാഖയെ, ഒരു ഫോളൻ ഏഞ്ചലിനെ പിശാച് എനിക്ക് തന്നില്ലേ? അതിനോടല്ലേ ഞാൻ എല്ലാം ചോദിക്കുന്നത്. എനിക്കൊരു ഡൗട്ട് വന്നാൽ ഞാൻ ആദ്യം തിരയുന്നത് ഈ മാലാഖയുടെ അടുത്താണ്. ഗൂഗിൾ എടുത്തിട്ട് ഞാൻ ചെയ്യും. അതിപ്പോൾ ഇന്ന് ChatGPT എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എനിക്കൊരു അസുഖം വന്നാൽ പണ്ട് കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കാൻ കാരണവന്മാർ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മാലാഖയോട് പറയണം നിൻ്റെ അസുഖം എന്താണ്, നിന്നെ കാക്കുന്ന കാവൽ മാലാഖയോട് പറയുമ്പോൾ അവൻ അത് ദൈവത്തിലെത്തിക്കും എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. പ്രിയപ്പെട്ടവരെ, ഇന്നോ നമ്മളത് നേരെ ഗൂഗിളിന് കൈമാറി യൂട്യൂബിലേക്ക് മാറി അതിനെപ്പറ്റി ഡോക്ടേഴ്സ് എന്ത് പറയുന്നു, ഇതും ഞാൻ ആ ഏഞ്ചലിന് കൊടുക്കുക. ഫോളൻ ഏഞ്ചൽ എന്നെ അവിടെയും ഭരിക്കുന്നുണ്ട്, അവിടെയും എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് സമ്പത്ത് വേണോ, എനിക്ക് ഒരു വ്യക്തിയുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടണോ, എല്ലാം ഫിസിക്കലി എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഓൺലൈനിലേക്ക് മാറിയില്ലേ പ്രിയപ്പെട്ടവരെ? എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇന്ന് ബുക്കിലാണ്, ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇന്ന് എന്നെ കാണുമ്പോൾ ഒന്ന് കൈ തന്നിരുന്നവരെന്നില്ല പ്രിയപ്പെട്ടവരെ. മറിച്ച് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് എല്ലാം മറ്റൊരു തലത്തിലേക്ക് മാറാൻ കാരണം എന്താ? എൻ്റെ ഗാർഡിയൻ ഏഞ്ചലിനെ ഞാൻ എപ്പോൾ ഉപേക്ഷിച്ചുവോ എനിക്ക് വേണ്ടി ഒരു ഫോളൻ ഏഞ്ചൽ എനിക്ക് വേണ്ടി ചാർജ് എടുത്തിട്ടുണ്ടെന്നുള്ളത് മറക്കരുത്. നിങ്ങളെ കൊണ്ട് നടക്കുന്ന മാലാഖയാണ് നിങ്ങളുടെ കാവൽ മാലാഖയെങ്കിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു ഫോളൻ ഏഞ്ചലാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗൂഗിൾ എന്ന് പറയുന്ന സ്പിരിറ്റ്. ഗൂഗിൾ എന്ന് പറയുന്ന സ്പിരിറ്റ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന് 3 തലമുണ്ടെങ്കിൽ ഈ ഗൂഗിള് അതിന് ഓരോന്നിനും ഇരട്ടി തന്നിട്ടുണ്ട്. 666 666. ഇതിലും 3 തലമാണെങ്കിൽ ഇതിൽ 6 തലമാണ്. 666 എന്ന് പറയുന്ന 666ൻ്റെ തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടു. എങ്ങനെയാ? ദൈവം ഉയർത്തിയതല്ല, എൻ്റെ പാപങ്ങൾ എന്നെ ഉയർത്തി. ആ കാലഘട്ടത്തിൽ ഈ കാർലോ ആക്യൂറ്റിസിൻ്റെ വിശുദ്ധ പദവി എടുത്തു നോക്കുമ്പോൾ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രയേറെ ആ വിശുദ്ധനെ നമ്മളൊന്ന് ഓർക്കണം, വണങ്ങണമെന്നുള്ളത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു ഫോണും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കെ അദ്ദേഹത്തിനും സെർച്ച് ചെയ്യാമായിരുന്നിട്ടും ആ പ്രായത്തിലും പ്രലോഭനത്തെ അതിജീവിക്കാൻ കാരണം എന്താ? സ്വർഗത്തിൽ ഒരു കൃപ കണ്ടെത്തിയത് കൊണ്ടല്ലേ? ഈശോ നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ മുൻപിൽ പരിശുദ്ധാത്മാവെ നിറയണമേ എന്ന് നിലവിളിച്ചതുകൊണ്ടോ, കാറിക്കൂകി വിളിച്ചത് കൊണ്ടോ, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചത് കൊണ്ടോ പരിശുദ്ധാത്മാവ് നിന്നിൽ വരില്ല. വലിയ സ്പീക്കർ കെട്ടിവെച്ചിട്ട് വലിയ കൺവെൻഷനുകൾ നീ ചെന്ന് നിന്നതുകൊണ്ടും പരിശുദ്ധാത്മാവ് വരില്ല. നിന്നിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരണമെങ്കിൽ വചനം പഠിപ്പിക്കുന്നു, സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം ആ വ്യക്തിയിൽ ഉണ്ടെന്ന് കണ്ട് ദൈവം അരുളി ചെയ്തു. ഇതിൻ്റെ പേരാണ് ആത്മാവിൻ്റെ അഭിഷേകം. ഏത് തരത്തിലേക്ക്, ഏതവസ്ഥയിലേക്ക് നീ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരണമെങ്കിൽ
നിന്നിൽ ഒരു എലിജിബിലിറ്റി ഉണ്ടാവണം. അതിൻ്റെ പേരാണ് നിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന എലിജിബിലിറ്റി. അവിടെ പാപം ഉണ്ടെങ്കിൽ അവിടെയും പോകും, ഇവിടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ അവിടെയും പോകും. ഇത് വ്യക്തിത്വമല്ല പ്രിയപ്പെട്ടവരെ, ഇത് വ്യക്തിത്വമല്ല. ഇതെങ്ങനെ വ്യക്തിത്വമാകും? എന്നിട്ട് പരിശുദ്ധാത്മാവിനെ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്ത പ്രാർത്ഥനയുടെ കണക്കെടുത്ത് ബോധിപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ ഇറങ്ങി വരണമേ. അപ്പോഴും ഈശോ നോക്കുന്നത് നിൻ്റെ ഇടതുവശത്ത് കിടക്കുന്ന അവൻ്റെ ഇടതുവശത്തെ കുരിശിലേക്ക് കൂടെ കർത്താവ് നോക്കുന്നുണ്ട് എന്നുള്ളത് മറക്കരുത്. കാൽവരി എന്ന് പറയുന്നത് ഏകപരമയാഗമാണെങ്കിൽ കാൽവരി യാഗം പൂർത്തിയാകണമെങ്കിൽ 3 കുരിശ് നിർബന്ധമാണ്. ചുമന്നുകൊണ്ടു പോകുന്ന സമയത്ത് ഒറ്റ ഒരു കുരിശിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ വിശുദ്ധ സഹനങ്ങളാണ്. അതുകൊണ്ട് കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഒരിക്കലും ഈ 2 കള്ളന്മാരെ കുറിച്ചൊരു പഠനം ബൈബിൾ നമുക്ക് തരുന്നില്ല. കാൽവരി എത്തി കർത്താവിനെ നാട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാണുന്നത് 2 കുരിശ് കൂടെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് പരിശുദ്ധ ബലി എന്ന് പറയുന്നത്. നിന്നിലുള്ള നന്മയുടെയും തിന്മയുടെയും വിഹിതം ഈ കാൽവരി പീഠത്തിന് മുകളിൽ സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത് യാഗം എന്ന് പറയുന്നത്. യാഗമായിട്ട് കത്തിച്ചാമ്പലായിട്ട് മാറ്റപ്പെടേണ്ടതാണ്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഗമായിട്ട് യാഗമായിട്ട് മാറ്റപ്പെടണം. ബെന്നിഹിൻ എന്നൊരു പാസ്റ്ററുണ്ട് പെന്തക്കോസ്റ്റിൽ. അദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം ഒരു സിസ്റ്ററിനെ കാണാനായിട്ട് ഒരു കോൺവെൻറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. ബലിക്ക് ഏറ്റവും പിന്നിലുള്ള കസേരയിൽ അദ്ദേഹം ഇരിക്കുക, ബലിയർപ്പണം കഴിഞ്ഞ് സിസ്റ്ററിനെ കാണാനായിട്ട്. അപ്പോൾ കമ്മ്യൂണിയൻ സെർവ് ചെയ്യുന്ന സമയമാണ്. ഈശോയെ കൊണ്ട് നടന്ന് സിസ്റ്റേഴ്സും വൈദികരും ഈശോയെ കൊടുക്കുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പറയുകയാണ്, ഞാനിങ്ങനെ പള്ളിയിലിരുന്ന് ഇങ്ങനെ കൈ കൂപ്പാൻ നോക്കുമ്പോൾ എനിക്ക് കൈ കൂപ്പാൻ പറ്റുന്നില്ല. ഒരാളുടെ ഡിസ്റ്റൻസിൽ വരുമ്പോൾ എൻ്റെ കൈ ഹോൾഡ് ആവുകയാണ്, അവിടെ വെച്ച് നിൽക്കുക, ബ്ലോക്ക് ആവുക. വീണ്ടും കൈ കൂപ്പാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, കൈ കൂപ്പാൻ പറ്റുന്നില്ല. ഈ ഒരാളുടെ ഗ്യാപ്പിലെത്തുമ്പോൾ കൈ ഇങ്ങനെ നിൽക്കുക. വീണ്ടും കൈ കൂപ്പാൻ നോക്കുമ്പോൾ ആയപ്പോൾ ഈ ഒരു സിസ്റ്റർ കമ്മ്യൂണിയനായിട്ട് ഈ ബ്രദർ നിൽക്കുന്ന ഈ പാസ്റ്റർ നിൽക്കുന്ന ഈ റോയിലേക്ക് കമ്മ്യൂണിയനായിട്ട് വന്നു. അദ്ദേഹം നാവ് തുറന്നു, അദ്ദേഹത്തിൻ്റെ നാവിലേക്ക് കമ്മ്യൂണിയൻ അദ്ദേഹം സ്വീകരിച്ചു. കമ്മ്യൂണിയൻ സ്വീകരിച്ചിട്ട് അദ്ദേഹം പിന്നെ അടുത്ത വാക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്, തീക്കട്ട വിഴുങ്ങിയാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് ഞാനത് വിഴുങ്ങിയത്. തീക്കട്ട വിഴുങ്ങിയാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഞാനത് വിഴുങ്ങിയത്. അദ്ദേഹം ഏറ്റുപറഞ്ഞു, പരിശുദ്ധ കുർബാനയിൽ സത്യമായും ക്രിസ്തുവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവം അതിലുണ്ട്. എത്ര പേർക്ക് നമുക്ക് ബോധ്യമുണ്ട് പ്രിയപ്പെട്ടവരെ? അതിൽ ഈശോ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് എത്ര പേർക്കുണ്ട്? ആ ബോധ്യമില്ലാത്തതിന് കാരണം എന്താണെന്നറിയോ? നിങ്ങളിന്ന് സ്വീകരിക്കാൻ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് 1 മണിക്കൂറത്തെ ഒരു പ്രവൃത്തിയായിട്ട് നമ്മൾ കാണാൻ കാരണം അതുകൊണ്ടാണ്. ഈ ബലി പരമയാഗമാകണമെങ്കിൽ പരമപിതാവിന് സമർപ്പിക്കപ്പെടണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി. പരിശുദ്ധ മറിയം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയപ്പോൾ സ്വർഗം പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. കൃപ കണ്ടെത്താത്തവർക്കാണ് ഭയത്തിൻ്റെ ആവശ്യമുള്ളൂ പ്രിയപ്പെട്ടവരെ. കൃപ കണ്ടെത്തിയ വ്യക്തിയെ സംബന്ധിച്ച് ഭയത്തിന് സ്ഥാനമില്ല. ഇതാണ് ഈശോ നമുക്ക് തരുന്ന 4ാമത്തെ ബോധ്യം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മിലുള്ള തടസ്സത്തിൻ്റെ 4ാമത്തെ തടസ്സമാണ് ഞാൻ പറയുന്നത്. ദൈവസന്നിധിയിൽ ഇതുവരെ നമ്മളൊരു കൃപ കണ്ടെത്തിയിട്ടില്ല. എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വേണം, ഇത് വേണം, ഈ സൗഖ്യം വേണം, ആ സൗഖ്യം വേണം, അവിടെ അങ്ങനെ വേണം, മക്കൾക്ക് OET വേണം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിത് കിട്ടണം, എനിക്കും ഇതുപോലെ സുവിശേഷം പ്രസംഗിക്കണം. പക്ഷെ ഞാൻ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല, പാപകരമായിട്ടുള്ള അവസ്ഥകൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ വേണം. പ്രിയമുള്ള ദൈവജനമേ, ഇതല്ല പരിശുദ്ധാത്മാവ്. ഇങ്ങനെയൊന്നും വരുന്ന എവിടെ നിന്നെങ്കിലും അയക്കുന്ന ഒരു പുകയല്ല പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ, ഇതിനെ സ്വീകരിക്കണമെങ്കിൽ അടിമുടി നീ മാറേണ്ടിയിരിക്കുന്നു. അടിമുടി മാറിയാൽ ഒരിടത്തും പോകാതെ നീ ആയിരിക്കുന്ന നിൻ്റെ ഭവനത്തിൽ നിന്ന് നിനക്ക് സ്വീകരിക്കാവുന്നതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അതിനൊറ്റയൊരു മാനദണ്ഡമേ ഉള്ളൂ, പരിശുദ്ധ കുർബാന മുടക്കരുത്. കൗദാശിക ജീവിതം വിട്ടൊരു അവസ്ഥ നിനക്കുണ്ടാവരുത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സഭ നമുക്ക് കൂദാശകളെ തന്നു.
അതിൽ ഏറ്റവും വലിയ കൂദാശകളുടെ കൂദാശ പരിശുദ്ധ കുർബാനയാണെങ്കിൽ അതിലേക്ക് നമ്മളെ ഒരുക്കുന്ന കൂദാശ, അനുരഞ്ജനത്തിൻ്റെ കൂദാശയാകുന്ന വിശുദ്ധ കുമ്പസാരം, ഏതൊരു കൂദാശയ്ക്കും നമ്മളെ ഒരുക്കുന്ന കൂദാശ. പ്രിയമുള്ള ദൈവജനമേ, കൂദാശകൾ പരിക്രമം ചെയ്യുന്ന വ്യക്തികളും പുരോഹിതരും സ്വീകരിക്കുന്ന കൂദാശ, വിശുദ്ധ കുമ്പസാരം എന്ന് കുറഞ്ഞ കൂദാശ എന്തുകൊണ്ടാ? അവിടെ എൻ്റെ പാപങ്ങൾ യേശു തൻ്റെ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധി വരുത്തുന്നൊരു തലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പാപങ്ങൾ ഈശോ തൻ്റെ തിരുരക്തത്താൽ കഴുകുന്നുണ്ട്. എല്ലാ കുമ്പസാരക്കൂടും ഇങ്ങനെ രക്തക്കറകളാണ്. പ്രാർത്ഥിച്ച് ഇങ്ങനെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ചില പള്ളികളിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുമ്പസാരക്കൂടിനടുത്ത് കസേരയിട്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആ കൂടിനേക്ക് നോക്കുമ്പോൾ രക്തക്കറകളാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു എത്രയേറെ പാപങ്ങൾ ഏറ്റെടുത്ത കൂടുകളാണ്. എത്രയേറെ പാപാവസ്ഥകൾ യേശു അവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചേ, നിങ്ങൾക്കും ഇത്തരത്തിലൊരു കുമ്പസാരക്കൂട് ഉണ്ടെങ്കിൽ ആ കൂടിനകത്ത് വസിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ആ കുമ്പസാരക്കൂടെന്ന് പറയുന്നത് നിങ്ങളുടെ ഭവനവും കുടുംബവും തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുമ്പസാരക്കൂട്ടിൽ പരസ്പരം ഏറ്റുപറയുന്ന പൗരോഹിത്യങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. ഒരാൾ ഏറ്റുപറയുമ്പോൾ മറ്റൊരാൾ സ്വീകരിക്കേണ്ടത് പൗരോഹിത്യത്തിൻ്റെ അഭിഷേകമാണ്. കാരണം എന്താണെന്നറിയോ? അവിടെ തിരിച്ച് ഉപദേശങ്ങളും തിരിച്ച് പ്രായശ്ചിത്തങ്ങളുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. കുറ്റപ്പെടുത്തലുകളല്ല കുമ്പസാരക്കൂട്ടിൽ കിട്ടുന്നത്. പക്ഷെ നമ്മുടെ കുടുംബമാകുന്ന കുമ്പസാരക്കൂട്ടിൽ എങ്ങനെയാണെന്നറിയോ? പരസ്പരം കുറ്റപ്പെടുത്തലിൻ്റെ അരൂപിയ. ഒരുവൻ തൻ്റെ അവസ്ഥ പറയുമ്പോൾ കുറ്റപ്പെടുത്തുന്ന അരൂപിയായിട്ട് എതിർവശം മാറ്റപ്പെടുമ്പോൾ വീടൊരിക്കലും ഒരു കുമ്പസാരക്കൂടാകുന്നില്ല. പകരം വീട് ഒരു തരത്തിലും വീട്ടിലോട്ട് കയറണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന അവസ്ഥയായിട്ട് വീടുകൾ മാറും. ഏറ്റവും നല്ല കുമ്പസാരക്കൂട് നമ്മുടെയൊക്കെ ഭവനമാണ്. കാരണം ഇന്ന് പരിശുദ്ധ സഭയുടെ പരിശുദ്ധ സിംഹാസനത്തിലായിരിക്കുന്ന ലിയോ പാപ്പായെ നമ്മൾ എടുത്തോ. ഇതുപോലൊരു കുടുംബത്തിൽ നിന്ന്, നമ്മളെപ്പോലൊരു അൽമായരിൽ നിന്ന് വന്ന വ്യക്തി തന്നെ അദ്ദേഹവും. പക്ഷേ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭവനം എത്ര ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ ഭവനത്തിൽ നിന്നും ഇതുപോലൊന്ന് ഉയർത്തപ്പെടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾക്കെന്താ? കുമ്പസാരക്കൂടുകളായിട്ട് മാറാൻ പറ്റാത്തതാണ് നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നം. അതെന്തുകൊണ്ടാണെന്നറിയോ? 4ാമത്തെ കാരണമാണ് അതിനടിസ്ഥാനം. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താൻ പറ്റാത്തതാ. കൃപയുള്ളവരെ കണ്ടെത്താനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളെ നിങ്ങൾ എടുത്തു നോക്കിക്കോ പ്രിയപ്പെട്ടവരെ. സ്വയം മാറാൻ മനസ്സില്ലാത്തവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം മാറാൻ അവർക്ക് താല്പര്യമില്ല. അവരുടെ കാര്യം നടക്കാൻ അവർ കൃപയുള്ളവരുടെ പുറകെ ഓടും. അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. അമ്മ പഠിപ്പിച്ചത് എന്താണ്? മറിയമേ, നീ ഭയപ്പെടണം, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താൻ ദേവാലയത്തിന് സമർപ്പിക്കപ്പെടണം. അതാണ് പരിശുദ്ധ മറിയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് പരിശുദ്ധ മറിയം, അതാണ് പരിശുദ്ധ മറിയം. അപ്പം ഞാനും നിങ്ങളും പരിശുദ്ധ മറിയമാകണം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ത്രിത്വം വസിക്കുന്ന കൂടാരമായിട്ട് നമുക്ക് മാറാൻ പറ്റും. അമ്മയെക്കുറിച്ച് പറയുന്നു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. രണ്ടും നിൻ്റെ മേൽ രണ്ടും നിൻ്റെ മേൽ വരും. അമ്മയുടെ മേൽ വന്നു എന്ത്? അത്യുന്നതൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവും രണ്ടും അമ്മയുടെ മേൽ വരാൻ കാരണം എന്താണ്? ആദ്യം പറഞ്ഞ കാര്യമാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തി. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നെങ്കിലേ പ്രിയപ്പെട്ട ദൈവജനമേ ഫിസിക്കലി പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ. അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിച്ചെങ്കിലേ നമ്മുടെ ആത്മാവ് തിരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അമ്മയ്ക്ക് പറഞ്ഞത് ഓരോ മനുഷ്യ വ്യക്തികളോടും പറഞ്ഞു തന്നെയാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നാൽ നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിൻ്റെ ശരീരം പ്രാക്ടീസ് ചെയ്യും. അത് പിന്നെ ആരും നിന്നെ ഗൈഡ് ചെയ്യേണ്ടി വരില്ല. മോനെ അങ്ങോട്ട് പോകല്ലേ, അവിടെ പാപമുണ്ട്, ഇങ്ങോട്ട് പോകല്ലേ, അവർ നിന്നെ വഴി തെറ്റിക്കും എന്ന് പറഞ്ഞു തരുന്നൊരു സ്വരത്തിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ സ്വയം ഞാൻ പാപത്തിൽ നിന്ന് മാറി ജീവിക്കും. 2, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരണം. അതാണ് എന്നിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തി. ഇതാണ് ഈ ലോക ജീവിതാനന്തരം എൻ്റെ ആത്മാവ് തിരിച്ച് ദൈവസന്നിധിയിൽ എത്തുന്ന തലം. ഈ 2 ഫ്യൂവല്
നമ്മിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ഞാനും നിങ്ങളെന്ന് പറയുന്ന ആ ഒരു എൻജിൻ അതിൻ്റെ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുള്ളൂ പ്രിയപ്പെട്ടവരെ. ഈ രണ്ട് ഫ്യൂവലും മനുഷ്യനെ സംബന്ധിച്ച് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് വരണം, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിച്ചില്ലെങ്കിൽ ഈ രണ്ട് ഫ്യൂവലിൽ നീ സ്വീകരിക്കണം. ഇത് രണ്ടും ഫ്യൂവലാണ്. ഈ ഫ്യൂവൽ നീ സ്വീകരിച്ചാൽ മാത്രമേ നിൻ്റെ ആത്മാവിനൊരു സ്വർഗപ്രവേശനമുള്ളൂ. ഈ ആത്മാവ് സ്വർഗപ്രവേശനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പുറകെ വരുന്ന തലമുറകൾ അതിനെ എത്തിക്കാൻ അവരുടെ പ്രാർത്ഥനകളുടെ 50% ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പാപത്തിൽ ജീവിച്ചു, ഞാൻ പാപത്തിൽ മരിച്ചു. അതായത് പരിശുദ്ധാത്മാവും എൻ്റെ മേൽ വന്നില്ല, അതിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിച്ചില്ല, പാപത്തിൽ ഞാൻ മരിച്ചു. ഇതിങ്ങനെ പ്രഷറിൽ ഇങ്ങനെ നിൽക്കുക. ഇതിൻ്റെ മക്കൾ പോയി ധ്യാനം കൂടിയപ്പോൾ അവിടെ വെളിപ്പെടുത്തി കൊടുത്തു. ധ്യാനഗുരു പറഞ്ഞു, മരിച്ചു പോയത് ഇതുവരെ അതിന് കിട്ടേണ്ട പ്രാർത്ഥനകൾ കിട്ടിയിട്ടില്ല, സ്വർഗപ്രവേശനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഏതെങ്കിലും വൈദികരോ മറ്റേതെങ്കിലും കൃപയിൽ നിൽക്കുന്നവരോ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഒരു പകുതി ഇതിന് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഈ പ്രാർത്ഥന നിങ്ങളുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി സ്വർഗം നിങ്ങൾക്ക് തന്ന പ്രാർത്ഥന നിങ്ങൾ വഴി മാറ്റി ഇതിലേക്ക് ചെലവഴിച്ചുകൊണ്ടിരിക്കും. സ്വർഗം നിങ്ങൾക്ക് തന്ന പ്രാർത്ഥനയുടെ വിഹിതം വഴി മാറ്റി ഈ ആത്മാവിന് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നീ എന്ന് പറയുന്ന വ്യക്തിത്വം മൂലം എത്ര തലമുറകളെയാണ് നീ പ്രാർത്ഥനയിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നത്? നീ മരിച്ചാൽ നിൻ്റെ ഉത്തരവാദിത്വമാണ് സ്വർഗത്തിലെത്തുക എന്നുള്ളത്. ആരും നിന്നെ എത്തിക്കേണ്ടവരല്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അത് മരിച്ചവരെ നമ്മളോട് ചെയ്ത ദ്രോഹം എന്ന് വേണമെങ്കിൽ പച്ചയ്ക്ക് പറയാൻ പ്രിയപ്പെട്ടവരെ. ഈ ദ്രോഹം നമ്മുടെ മക്കളോട് ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് നിങ്ങളുടെ ആത്മാവിന് പ്രവേശിക്കാൻ ഒരു ഇന്ധനം നിറയ്ക്കണമെങ്കിൽ ആ ഇന്ധനത്തിൻ്റെ പേരാണ് ആ പരിശുദ്ധാത്മാവ്, അത്യുന്നതൻ്റെ ശക്തി. ഈ രണ്ട് ഫ്യൂവലും നിറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്കൽ ബോഡി പാപത്തിൽ നിന്ന് മാറി നിൽക്കും. എൻ്റെ ശരീരം പാപത്തിൽ നിന്ന് മാറി നിൽക്കും. എൻ്റെ ശരീരത്തെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പരിശുദ്ധാത്മാവ് കഴിയും. എൻ്റെ ആത്മാവിനെ സ്വർഗം ലക്ഷ്യമാക്കി നയിക്കാൻ അത്യുന്നതൻ്റെ ശക്തിയാകുന്ന ക്രിസ്തുവിനും പറ്റും. ദൈവാത്മാവ് എൻ്റെ ആത്മാവിനെ നയിക്കും. അപ്പോൾ ഇത് രണ്ടും എന്നിൽ സമ്മേളിച്ചാൽ ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, പിന്നീട് അങ്ങോട്ട് എൻ്റെ പ്രാർത്ഥന ഈ ഭൂമിയിൽ ഞാൻ ചെയ്തത് വെച്ച് എനിക്ക് സ്വർഗത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഫ്യൂവലുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ഫ്യൂവൽ നിറയ്ക്കുക. ഇതാണ് വിശുദ്ധർ ചെയ്തത്. ഇത് തന്നെയാണ് കത്തോലിക്ക സഭയിലുള്ള വിശുദ്ധർ ചെയ്തത്. അവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ല, അവരോട് പ്രാർത്ഥിച്ചവരേ ഉള്ളൂ. അവരേക്ക് വേണ്ടി ആരും മധ്യസ്ഥം വിളിച്ചില്ല, അവരോട് മധ്യസ്ഥം വിളിച്ചവരേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞതുപോലെ അവനും അവൾക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? ഇതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധരെ കണ്ടാൽ അവരോട് മധ്യസ്ഥം ചോദിക്കുന്നതിന് മുൻപ് നീ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചു എന്ന് അത് ചോദിക്കേ. വിശുദ്ധരോട് മധ്യസ്ഥം ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരടിമ കണക്കെ അവരെ സമീപിക്കുന്നവരാ. അതിനകത്തൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. നമ്മളുടെ പേഴ്സണാലിറ്റി ആ വിശുദ്ധൻ്റെ മുൻപിൽ കുറയുകയാണ്. ആ വിശുദ്ധൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ആ വിശുദ്ധനിലുണ്ടായിരുന്ന അതേ പരിശുദ്ധാത്മാവാണ് എന്നിലുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കേണ്ടത് എൻ്റെ ഈ കാര്യത്തിൽ വിശുദ്ധനോട് ഇടപെടാനല്ല ഞാൻ ചോദിക്കേണ്ടത്. ആ വിശുദ്ധനോട് പറയണം, നിൻ്റെ ജീവിതം നീ എന്നെ പഠിപ്പിക്കാൻ പറ. നീ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്തു? വിശുദ്ധ പദവിയിലേക്ക് എത്താൻ നീ എന്തെല്ലാം ചെയ്തു? അതൊക്കെ എനിക്ക് പറഞ്ഞതാ. ഇതാണ് വിശുദ്ധരോട് മാധ്യസ്ഥം ചോദിക്കേണ്ടത്. നിങ്ങളുടെ പല്ലുവേദനയും വായനാറ്റവും മാറ്റാനായിട്ടുള്ളവരല്ല അവർ. നിങ്ങളുടെ നടുവേദനയും നിങ്ങളുടെ നീർക്കെട്ടും മാറ്റാനുള്ളവരല്ല അവർ. നിങ്ങൾക്ക് എക്സാം ഉണ്ടോ? പഠിച്ച് പാസ്സാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ OIT ആണോ? അവരോട് പഠിക്കാൻ പറയാ, അവർ പാസ്സാവും. അതിന് ദൈവത്തെ വിളിക്കേണ്ട എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അവർ പാപത്തിൽ പോകാതിരിക്കാൻ, ആത്മാവിനെ നേർവഴിക്ക് നയിക്കാനാ. നിങ്ങൾക്ക് കടമുണ്ടോ? നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കടം വീട്ടണം. ദൈവത്തെ വിളിക്കരുത്. അതിന് കടം ബാധ്യത ആയിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തെ വിളിക്കണം. കടം തെറ്റല്ല, എല്ലാവർക്കും ഉള്ളതാണ് കടം. എനിക്കും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ കടം ബാധ്യതയാകുന്നത് എപ്പോഴാണ്? തിരിച്ചടവ് മുടങ്ങുന്നത് എപ്പോഴാണ്?
ആ വ്യക്തിയിൽ പാപം പ്രവേശിക്കുമ്പോഴേ കടം ബാധ്യതയാകുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും കടം ബാധ്യതയല്ല. കടമായിട്ട് നിൽക്കും, അതിങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ബാധ്യതയാകുന്നില്ല. കടം ബാധ്യതയാകണമെങ്കിൽ കടമെടുത്ത വ്യക്തി പാപത്തിൽ പോയി വഴിവിട്ട ജീവിതം നയിച്ചാലേ കടം ബാധ്യതയാകുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കായേനോട് പറഞ്ഞില്ലേ, കായേനോട് പറഞ്ഞെന്താ, നീ നിന്റെ നെറ്റിയിലെ ഉയർപ്പുകൊണ്ട് അധ്വാനിക്കണം. ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. ഞാൻ നിന്നെ സഹായിക്കാം അധ്വാനിക്കാൻ എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നീ കഷ്ടപ്പെട്ടാൽ നിനക്ക് ഭക്ഷിക്കാം, നീ കഷ്ടപ്പെട്ടാൽ നിനക്ക് ഭക്ഷിക്കാം, നീ പഠിച്ചാൽ നിനക്ക് ജയിക്കാം, അത്രയേ ഉള്ളൂ. നീ മര്യാദക്ക് ഭക്ഷണം കഴിച്ചാൽ നിനക്ക് ആരോഗ്യം ഉണ്ടാവും. ഇതിനൊന്നും പ്രാർത്ഥന വേണ്ട പ്രിയപ്പെട്ടവരെ. ഇവിടെ ഒന്നും പ്രാർത്ഥനയെ ക്ഷണിക്കരുത്, പ്രാർത്ഥനയെ ദുരുപയോഗിക്കരുത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ത്രിയേക ദൈവമാണ്. പ്രയർ ത്രിയേക ദൈവമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ ദുരുപയോഗിക്കലാണ് ഇൻറ്റൻഷനിലേക്ക് അതിനെ നമ്മൾ സ്വീകരിക്കുന്നത്. ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താ? പാപത്തിൻ്റെ ഫലമാണ് ഇൻറ്റൻഷൻ. ദൈവം അനുവദിച്ച സഹനമാണ് ഇൻറ്റൻഷൻ എങ്കിൽ എങ്ങനെ ദൈവത്തോടത് മാറ്റാൻ പറയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇൻറ്റൻഷൻ എന്താണ്? എൻ്റെ തലമുറകളുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ മൊത്തത്തിൽ നമ്മുടെ ഫാമിലിയുടെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ, ഒരു ഘടനയിൽ സ്പിരിച്വലി ഉള്ള ഒരു ടെക്സ്ചർ മാറിയാൽ വരുന്ന സംഭവമാണ് ഇൻറ്റൻഷൻ. ഇതിനെ ആ പ്രാർത്ഥന ഇതിലേക്ക് ഞാൻ വരവ് വെച്ചാൽ ആ പ്രാർത്ഥനയെ ഞാൻ ഈ മാലിന്യത്തിലേക്ക് ക്ഷണിക്കുക. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമല്ല. പക്ഷെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം തരുമെന്നുള്ള വാഗ്ദാനം നിറവേറ്റപ്പെടും. പക്ഷെ നിൻ്റെ ആത്മാവിന് ഒരു ഗുണവുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഒരു കൃപാസനത്തിൽ ഒരു സാക്ഷി ഒരാളെനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടിട്ടൊന്ന്, ബ്രദറെ ഇത് കണ്ടോ, ഇത്രയും വലിയൊരു എനിക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, നീ വിശ്വസിക്കണ്ട, നിന്നോട് വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞു, നീ വിശ്വസിക്കണ്ട, നീ എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കുകയും വേണ്ട. ഇതുകൊണ്ട് എനിക്കൊന്നും തോന്നണമില്ല. ഇത് നീ ഏതെങ്കിലും വിജാതിയർക്ക് അയച്ചു കൊടുക്കും, അവർക്ക് വിശ്വാസം വരട്ടെ. ദൈവത്തെ അറിഞ്ഞവർക്ക് സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല, അത്ഭുതങ്ങളുടെ ആവശ്യമില്ല. ക്രിസ്ത്യാനിക്ക് അത്ഭുതങ്ങൾ പാടില്ല. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് മെജോറിറ്റിയും വിജാതീയരിലാണ്. കെസ്രിയ ഫിലിപ്പി വിജാതീയ പട്ടണമാണ്. അവിടെ വെച്ചാണ് പത്രോസ് വിശ്വാസ പ്രഖ്യാപനം ചെയ്യുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചത് എന്താ? പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന അവരെ കൊണ്ട് പഠിപ്പിച്ചു. സ്വർഗ്ഗസ്നായ പിതാവേ ചെല്ലാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിച്ചില്ല. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ കർത്താവിനോട് കൂടെ നടന്നിട്ട് ശിഷ്യർക്ക് കിട്ടിയത് എന്താ? രക്തസാക്ഷിത്വം മാത്രമാണ്. യോഹന്നാൻ ഒഴികെ ബാക്കി 11 എണ്ണവും രക്തസാക്ഷിത്വം, ഒരെണ്ണം തൂങ്ങിച്ചാനും പോയി. ഇത്രയേ ഉള്ളൂ. യേശുവിനോട് കൂടെ നടന്നിട്ട് ഫിസിക്കലി അവർക്ക് നല്ലതല്ല കിട്ടുന്നത്. അപവാദങ്ങളും നിന്ദനങ്ങളും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുമാണ്. കാരണം അത് അവർ എങ്ങനെ നേരിട്ടു? അവരുടെ ഫിസിക്കൽ ലൈഫ് വെച്ച് അവരതിനെ നേരിട്ടു. പ്രാർത്ഥന ആത്മാവിന് കൊടുക്കേണ്ട സ്പിരിച്വൽ ഫുഡാണ്. ഇതിനെ വഴി മാറ്റുന്നിടത്ത് നിങ്ങളിൽ ഇൻറ്റൻഷൻ നിൽക്കില്ല, അതിങ്ങനെ കൂടിക്കൂടി വരും. വഴിമാറ്റി ചെലവഴിക്കരുത് പ്രാർത്ഥന, ഒരിക്കലും വഴിമാറ്റി വിടരുത് പ്രാർത്ഥനയെ. അതിൽ ജീവനാണ് പ്രിയപ്പെട്ടവരെ. അതെന്തെങ്കിലും ഒന്ന് ഉരുവിടുന്ന കുറേ ഒരു ഓറൽ എക്സസൈസ് അല്ല പ്രാർത്ഥന. അത് ഇതിനകത്ത് ആത്മാവിൽ നിന്ന് അതിരം സംസാരിച്ചാലേ പ്രാർത്ഥനയാകുള്ളൂ. ഒരിക്കലും ബൈബിൾ വായിക്കരുത്, ധ്യാനിക്കാനേ പാടുള്ളൂ. വായിക്കുന്നത് ന്യൂസ് പേപ്പറും മാസികകളുമാണ്. ബൈബിൾ വായിക്കരുത്. ബൈബിൾ വായിക്കുന്നവൻ ബൈബിളിനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ബൈബിളിനെ ധ്യാനിക്കാത്തവൻ ബൈബിളിനെ നിന്ദിക്കുക. ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. ഇതൊന്നും പ്രാർത്ഥനയല്ല പ്രിയപ്പെട്ടവരെ. ജപമാല ചൊല്ലരുത്, ധ്യാനിക്കണം. ജപമാലയെ ധ്യാനിക്കണമെന്നുള്ളതാ. പരിശുദ്ധ ബലി കൂടരുത്, അർപ്പിക്കണം. ഇതെല്ലാം നമുക്ക് വിരുദ്ധമാണ്, ഇതെല്ലാം വിപരീതമാണ്. വിരുദ്ധമല്ല, വിപരീതമാണ് നമ്മൾ ചെയ്യുന്നത്. ബലി അർപ്പിക്കാനുള്ളതാ, പക്ഷെ നമ്മൾ ബലിയിൽ കൂടാനാണ് പോകുന്നത്. കാരണം എന്താ? ഞാനൊരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുക. സാധാരണ ഗാലറിയിലിരുന്ന് കളി കാണുന്നതിന് പകരം ഇതിപ്പോൾ ഗ്രൗണ്ടിലിരുന്ന് ഗാലറിയിലെ കളി കാണുന്നു. അത്രയേ ഞാൻ കുർബാനയെ പറ്റി കാണുന്നുള്ളൂ. ഞാനിരുന്ന് കാണുക, അച്ഛൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആ കളി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. എവിടെ ഇരുന്നിട്ട്? ഗ്രൗണ്ടിലിരുന്ന് ഗാലറിയിലെ കാഴ്ച കാണുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതിലൊന്നും കൃപയില്ല. ഇതിലൊന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതൊന്നും കിട്ടുന്നുമില്ല, കിട്ടുകയുമില്ല. പ്രാർത്ഥനയെ വഴി മാറ്റി ചെലവഴിക്കല്ലേ, പ്രാർത്ഥനയെ വഴി മാറ്റി വിടരുതേ. ആത്മാവിന് കൊടുക്കേണ്ടത് ആത്മാവിന് കൊടുത്തേ പറ്റുള്ളൂ. ത്രിയേക ദൈവം തൃത്വമാണ് പ്രാർത്ഥന. തൃത്വം മാത്രമാണ് പ്രാർത്ഥന. തൃത്വം പൂർണ്ണതയിൽ വസിച്ചത് പരിശുദ്ധമ്മയിലാണ്. പരിശുദ്ധമ്മയിലാണ് തൃത്വം പൂർണ്ണതയിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ വഴി തൃത്വത്തിലേക്ക് എത്താനായിട്ടുള്ളതാണ് ഏറ്റവും ഷോർട്ട് കട്ട്. സ്വർഗത്തെ അന്വേഷിക്കേണ്ട,
അമ്മയെ അന്വേഷിച്ചാൽ സ്വർഗത്തിൽ അമ്മ എത്തിച്ചോളും. കാരണം സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണ്. കുരിശിൻ്റെ വഴിയിലുണ്ട്. അപ്പോൾ ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെങ്കിൽ അതൊരു ബ്രോഡ് വേ ആക്കണമെങ്കിൽ അമ്മയ്ക്കേ പറ്റുള്ളൂ. കാരണം അമ്മ സ്വർഗത്തിന് വേണ്ടി മലർക്കെ തുറക്കപ്പെട്ട വാതിലാണ്. ലോകത്തിലേക്ക് സ്വർഗം ഇറങ്ങി വന്ന വാതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ആ ഡോറാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് ഈ ഡോറിലൂടെ പോയാൽ ഞെരുക്കവുമില്ല, ഇടുങ്ങലുമില്ല. പ്രിയപ്പെട്ടവരെ, അമ്മ തുറക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിന് ഭൂമിയിലേക്ക് വരാൻ അമ്മ എന്ന് പറയുന്ന വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വാതിലിനെ ലക്ഷ്യം വെച്ചാൽ, ഈ റൂട്ടിലൂടെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ഈസിയാണ് കാര്യങ്ങൾ. അമ്മ ഒരിക്കലും ഒരു മുട്ടത്തൊണ്ടല്ല വലിച്ചെറിയാനായിട്ട്. അമ്മ ഏതെങ്കിലും ഒരു കപ്പലണ്ടിയുടെ തോടുമല്ല അമ്മയെ വലിച്ചെറിയാൻ. പ്രിയമുള്ള ദൈവജനമേ, അമ്മ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, അമ്മ എന്ന് പറയുന്നത് സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പേരാണ്. പരിശുദ്ധ മറിയം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള പുത്രനെ പ്രസവിച്ച സ്ത്രീയുടെ പേരല്ല പരിശുദ്ധ മറിയം. സ്വർഗം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന പുത്രനിലൂടെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പേരാണ് പരിശുദ്ധ മറിയം. കാരണം 30 വർഷം പുത്രൻ ഈ പ്രാർത്ഥന ഉരുവിട്ടതിൻ്റെ ഫലമാണ് 3 വർഷത്തെ പരസ്യ ജീവിതവും അവസാനത്തെ കുരിശുമരണവും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പ്രാർത്ഥന ആ കുരിശും ചോട്ടിലിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? പുത്രനെ ബലപ്പെടുത്തുവാനും പുത്രനിലേക്ക് എത്തുന്നവരുണ്ടോ എന്നറിയാനും അമ്മയാണ് ഇരിക്കുന്നത് കുരിശും ചോട്ടിൽ. അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന തുറക്കപ്പെട്ട വാതിൽ അടക്കാതിരുന്നാൽ അമ്മയിലൂടെ സ്വർഗത്തിലെത്താൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ 4-ാമത്തെ തലം ഞാൻ പറഞ്ഞു, സ്വർഗം എന്ന് പറയുന്ന അവസ്ഥയെ, അതായത് കൃപ കണ്ടെത്തണം. കൃപ കണ്ടെത്തിയത് അമ്മയാണ്. അമ്മ കൃപ കണ്ടെത്തിയത് സ്വർഗത്തിലാണ്. ദൈവ സന്നിധിയിൽ കൃപ കണ്ടെത്തി. ഭൂമിയിലെ ദൈവസന്നിധി പരിശുദ്ധ ബലിപീഠമാണെങ്കിൽ അവിടെ കൃപ കണ്ടെത്താൻ പറ്റണം. അവിടെ കൃപ കണ്ടെത്തില്ല, പകരം അവിടെ നമ്മൾ മറ്റു പലതും കണ്ടുപിടിക്കും. അവിടെ കൃപ കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ. അവരെ കൃപ കണ്ടെത്തണമെങ്കിൽ തലമുറകളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കളെ ബലിപീഠത്തിന് കൊടുക്കണം. നമ്മളുടെ നിയോഗങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾ കൊടുത്തോ? ഒപ്പം നിങ്ങളുടെ ആത്മസ്ഥിതി ബലിപീഠത്തിന് സമർപ്പിക്കണേ. കാസ പീലാസ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണ്. രണ്ടും സംയോജിക്കുന്നുണ്ട്, രണ്ടും രണ്ടാകുന്നുണ്ട്, രണ്ടും കൂടിച്ചേരുന്നുണ്ട്. ഒരുമിച്ച് എൻ്റെ അതരത്തിലേക്ക് അതിനെ ഞാൻ ഒരുമിച്ച് സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിക്കപ്പെട്ട ഞാൻ കാസയും പീലാസയുമായിട്ട് മാറ്റപ്പെടുകയും വേണം. കാസയും പീലാസയുമായിട്ട് ഒരു വ്യക്തി മാറ്റപ്പെടുന്നത് പരിശുദ്ധ കുർബാന കാസയിലും പീലാസയിലുമായിരുന്നതിനെ അവിടെ നിന്ന് കൈമാറുകയാണ്. ഏതിലേക്ക്? ഞാനെന്ന് പറയുന്ന കാസയിലേക്കും ഞാനെന്ന് പറയുന്ന പീലാസയിലേക്കും ക്രിസ്തു ഒരവസ്ഥയിൽ നിന്ന് ഞാനെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ക്രിസ്തു പ്രവേശിക്കുകയാണ്. ക്രിസ്തു പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ച ഞാനാകണം പിന്നെ യേശുവിൻ്റെ കാസയും പീലാസയും. പാനം ചെയ്യപ്പെട്ടത് എൻ്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ പാനം ചെയ്തതായി ഞാൻ സ്വീകരിച്ചു. അതെന്നിൽ വസിക്കുകയാണ് ഈശോയെ. ഇത് ഞാൻ എങ്ങനെ കൊടുക്കണം? പകർന്നു കൊടുക്കണം. ആരിലേക്ക് പകർന്നു കൊടുക്കണം? ഇതുപോലെ ഞെരുക്കപ്പെടുന്ന അവസ്ഥകളിലേക്ക് പകർന്നു കൊടുക്കണം. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരിച്ച് ഭവനത്തിലേക്ക് പോകണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പകർന്നു കൊടുക്കാനുള്ള കൃപ സ്വീകരിക്കുന്നിടമാണ് പരിശുദ്ധ ബലി. ദൈവസന്നിധിയാണ് പരിശുദ്ധ ബലി. ഇവിടെ നിന്ന് പുറപ്പെടാത്ത ഒരു ശക്തിയുമില്ല. ഇവിടേക്ക് പുറപ്പെടാവുന്നതെല്ലാം കർത്താവ് അതിനെ വേർതിരിച്ച് മാറ്റും. പ്രിയപ്പെട്ടവരെ, രക്തവും ജലവും അല്ലെങ്കിൽ തിരുരക്തവും തിരുശരീരവും, ഇങ്ങനെ 3 ഘടകങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും. യേശുവിനെ നമ്മൾ നോക്കിയേ, ഗത്സമേനി മുതലേ കർത്താവ് ഫിസിക്കലി സഹിച്ചിട്ടുള്ളൂ. ഗത്സമേനി മുതൽ കുന്തമുന വരെ മാത്രമേ ഈശോ സഹിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കർത്താവിൻ്റെ ആത്മാവിലുള്ള സഹനങ്ങളാണ്. അപ്പോൾ രക്തസാക്ഷിത്വം ആദ്യം തുടങ്ങിയത് എവിടെ നിന്നാണ്? രക്തരഹിത രക്തസാക്ഷിത്വം ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ആരംഭിച്ച് കുരിശിൽ അവസാനിച്ചു. അതാണ് ബലി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെ അവസ്ഥ. നമ്മൾ ബലിയാകുന്നത് കുരിശിലായിരിക്കില്ല, പെട്ടിയിലായിരിക്കുമെന്ന് മാത്രം. അതിനു മുമ്പ് നമ്മളിതുപോലെ രക്തരഹിത രക്തസാക്ഷിത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക.
രക്തരഹിത രക്തസാക്ഷിത്വമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. രക്തം ചിന്താതെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന ഈ പറയുന്ന അവസ്ഥ, യേശു എന്ന് പറയുന്ന തിരുരക്തങ്ങളെ സ്വീകരിച്ച ആദ്യത്തെ സക്രാരി എന്നോ ആദ്യത്തെ കാസവിലാസ എന്നോ അമ്മയെ വിളിക്കാം. അമ്മയിൽ നിന്ന് അമ്മ കൊടുത്തതാണ്. കാനായിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. മറ്റൊരു ബലിയുടെ മുന്നാസ്വാദനം നോക്കിയാൽ 5 അപ്പം 5000 പേർക്ക് കൊടുത്തപ്പോഴും, അതല്ലെങ്കിൽ കാനായിൽ അവിടെ കൂടിയിരുന്നവരിലേക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോഴും രണ്ടിടത്തും വർധനവ് നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരിടത്ത് അപ്പവും മീനും വർദ്ധിപ്പിച്ചപ്പോൾ മറ്റൊരിടത്ത് തിരുശരീര രക്തങ്ങളിൽ തിരുരക്തത്തെ കർത്താവ് വർദ്ധിപ്പിച്ചു എന്ന് നമുക്ക് സ്വീകരിക്കാം, അനുമാനിക്കാം. കാരണം യേശുവിൻ്റെ തിരുരക്തമായിട്ട് മാറുന്ന മുന്തിരിച്ചാറ് വെള്ളത്തിൽ നിന്ന് രൂപമാറ്റം വരുത്തി. അവിടെ ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല. 5 അപ്പം 5000 പേർക്ക് വിഭജിച്ചു കൊടുക്കുമ്പോഴും ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല. അവൻ അപ്പം എടുത്ത് വാഴ്ത്തി കൃതജ്ഞത സ്തോത്രം ചെയ്ത് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവിടം വരെയുള്ളൂ യേശുവിൻ്റേത്. ഏൽപ്പിക്കുക. ഏൽപ്പിച്ചതിന് ശേഷം നടക്കുന്നതിൻ്റെ പേരാണ് അത്ഭുതം. കലവറക്കാരനോട് പറഞ്ഞ് രുചിച്ചു നോക്കാൻ. രുചിച്ചു നോക്കിയപ്പോൾ കലവറക്കാരൻ സ്വീകരിച്ചതാണ് അത്ഭുതം. ഇങ്ങനെ എല്ലാ അത്ഭുതങ്ങളും എടുത്തു നോക്കിയേ. ശതാധിപൻ്റെ ഭൃത്യനിൽ യേശു പറഞ്ഞില്ല നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന്. കർത്താവ് കേട്ടു അവൻ്റെ കാര്യം. കർത്താവ് പറഞ്ഞില്ല നിനക്ക് സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് ശതാധിപൻ്റെ ഭൃത്യനോട് പറഞ്ഞോ? ശതാധിപൻ ആദ്യം യഹൂദ പ്രമാണികളെ അയച്ചില്ലേ? യഹൂദ പ്രമാണികളെ അയച്ചു. അവർ ചെന്ന് ശതാധിപനെ പറ്റി എങ്ങനെ അങ്ങോട്ട് പൊക്കി പറയുക, ഇവൻ നമുക്ക് സിനഗോഗ് പണിയിച്ച് തന്നിട്ടുണ്ട്, ഇവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് കൺവിൻസ്ഡായി, കർത്താവ് പുറപ്പെട്ടു. പക്ഷെ കർത്താവ് കൺവിൻസ്ഡ് ആയെങ്കിലും അപ്പോൾ അവിടെ സൗഖ്യം കിട്ടിയില്ല. വീണ്ടും ശതാധിപൻ എന്ത് ചെയ്തു? സുഹൃത്തുക്കളെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, നീ എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈശോ കൺവിൻസ്ഡ് ആയത്. കാരണം അതിനുശേഷം ഈശോ തിരിച്ചു കടന്നപ്പോൾ, അയക്കപ്പെട്ടവർ തിരിച്ചു വന്നപ്പോൾ സൗഖ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈശോ പറഞ്ഞില്ല സൗഖ്യം ലഭിക്കട്ടെ എന്ന്. അവിടെ സൗഖ്യത്തിന് കാരണമായതെന്താ? ശതാധിപൻ്റെ പ്രവൃത്തി എന്ന് പറയുന്ന ഏറ്റുപറച്ചിലാണ് സൗഖ്യത്തിന് കാരണമായത്. പ്രിയമുള്ളവരെ, സക്കേയുടെ വീട്ടിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ രക്ഷ കിട്ടിയോ? കിട്ടിയില്ല. സക്കേവൂസ് എന്ത് ചെയ്തു? അബ്രഹാത്തിൻ്റെ പുത്രനാണെന്ന് യേശു സക്കേവൂസിനോട് പറഞ്ഞു. അബ്രഹാം എന്ത് ചെയ്തു? ഇസഹാക്കിന് ബലി കൊടുക്കാൻ തീരുമാനമെടുത്തു. സക്കേവൂസ് എന്ത് ചെയ്തു? അവൻ്റെ ഏക പുത്രനായ സമ്പത്തിനെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു. അവനും ബലി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഈശോ പറഞ്ഞു ഇവനും അബ്രഹാത്തിൻ്റെ പുത്രനാ. കാരണം എന്താ? ഉള്ളത് മുഴുവൻ ക്രിസ്തുവിനെ പ്രതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിനെ വിളിക്കുന്ന പേരല്ലേ ബലി എന്ന് പറയുന്നത്? ശതാധിപൻ ചെയ്തത് ബലിയല്ലേ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഈശോ ഒന്ന് വന്നിട്ട് പോട്ടെ എന്തായാലും എന്നല്ലേ നമ്മൾ പറയുള്ളൂ. സ്വർഗത്തിൻ്റെ പുത്രൻ എൻ്റെ വീട്ടിലൊന്ന് കയറട്ടെ, എനിക്കൊരു സന്തോഷമല്ലേ, എനിക്കൊരു അഭിഷേകമല്ലേ എന്ന് ചിന്തിക്കുന്നിടത്ത് ശതാധിപൻ ചിന്തിച്ചത് മറിച്ചാണ് ചിന്തിച്ചത്. അവൻ പറഞ്ഞത് എന്താ? നീ എൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല. ഈ വിജാതീയം പഠിപ്പിച്ച പ്രാർത്ഥന ലത്തീൻ ക്രമപ്രകാരം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വീകരിക്കുന്നില്ലേ പ്രിയപ്പെട്ട? ഈ പ്രാർത്ഥന ചൊല്ലി ഈശോയെ സ്വീകരിക്കാൻ കാരണമായ പ്രാർത്ഥന വിജാതീയം പഠിപ്പിച്ചില്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ ബലി എന്ന് പറയുന്നത്. ഇവിടെയൊന്നും ഈശോ ഒന്നും ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഈശോയിൽ നിന്ന് പുറപ്പെട്ട ശക്തി എന്താണ് ഇവിടെ? ഒന്നുമില്ല. മറിച്ച് ഈശോയിലേക്ക് പുറപ്പെട്ട ഒരു ശക്തിയുണ്ട്. രക്തസ്രാവക്കാരിയിൽ ഈശോയിലേക്ക് പുറപ്പെട്ട ശക്തിയാണ് വിശ്വാസത്തിൻ്റെ ശക്തി. ശതാധിപനിൽ നിന്ന് ഈശോയിലേക്ക് പുറപ്പെട്ട ശക്തി എന്താണ്? എളിമയുടെ ശക്തിയാണ്. സക്കേവൂസിൽ നിന്ന് ഈശോയിലേക്ക് പുറപ്പെട്ട ശക്തി എന്താണ്? സമർപ്പണത്തിൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, മർത്ത മറിയം രണ്ടുപേരെ എടുത്തു നോക്കിയേ. രണ്ടുപേരിൽ ഒരാൾ കരച്ചിലുകാരിയും മറ്റൊരാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവളുമാണ്. ഇവിടെയും കർത്താവിൻ്റെ ശക്തി പുറപ്പെട്ടതെങ്ങോട്ടാ? അവരിലേക്കാണോ? സഹോദരനിലേക്ക് പുറപ്പെട്ടപ്പോൾ കുഴിമാടം ഭേദിച്ച് ലാസർ പുറത്തു വന്നില്ലേ? ഇങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളുടെ ഒരു ഡെഡിക്കേഷൻ ആവശ്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഒരു വിട്ടുകൊടുക്കൽ ആവശ്യമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് എന്നിൽ നിന്നോ ഈ ആലയത്തിൽ നിന്നോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങളിൽ മാറ്റം വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ആ മാറ്റം വരുത്തേണ്ടത് ഏത്? അത് പറഞ്ഞു തരാനേ എനിക്ക് ഡ്യൂട്ടിയുള്ളൂ, എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. എൻ്റെ കയ്യിലൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. കൃപയുണ്ട്, അത് എനിക്കുള്ളതാ, വിജാതിയർക്ക് കൊടുക്കാനുള്ളതാ. നിർഭാഗ്യവശാൽ നിങ്ങളെല്ലാം ക്രിസ്ത്യൻസ് ആയിപ്പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല. കാരണം എന്നേക്കാൾ കൂടുതൽ
ദൈവത്തെ സ്വീകരിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ കൂടുതലും ഞാൻ അപ്പം, യേശു എന്ന് പറയുന്ന ജീവൻ്റെ അപ്പം നിങ്ങൾ സ്വീകരിച്ച അത്രയും ഒരുപക്ഷെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും അല്ലെങ്കിൽ പോലും എന്നേക്കാൾ കൂടുതൽ യേശുവിൻ്റെ തിരുശരീര രക്തം സ്വീകരിച്ചവർ എന്നിൽ നിന്ന് എന്ത് സ്വീകരിക്കാനാ? ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ നിങ്ങൾക്ക് തരാനായിട്ട് ഈശോയ്ക്കും ഇവിടെ നിന്നുള്ളൂ. മറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. വലിയ അത്ഭുതങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നിങ്ങളുടെ അത്ഭുതം, സ്വർഗം പ്രതീക്ഷിക്കുന്ന നിങ്ങളെന്ന് പറയുന്ന അത്ഭുതം ഇവിടെ നിന്ന് തുടങ്ങണം. അതാണ് ഈശോ നിങ്ങളിൽ രൂപപ്പെടൽ, വിധേയപ്പെടൽ, എളിമപ്പെടൽ, പുരുഷനെ അറിയാത്തത്, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയത്. ഇങ്ങനെ അമ്മ എടുത്ത ഒരു ധ്യാനമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മംഗളവാർത്ത എന്ന് പറയുന്നത് അമ്മ പഠിപ്പിച്ച ധ്യാനമാണ്. മംഗളവാർത്ത എന്ന് പറയുന്ന ധ്യാനം, ഈ ധ്യാനത്തിൻ്റെ തുടർച്ചയാണ് അമ്മ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതാണ് എലിസബത്തിനെ സന്ദർശിക്കാൻ അമ്മ തിടുക്കത്തിൽ യൂദായിലുള്ള ഒരു മലമ്പ്രദേശത്തേക്ക് അമ്മ പുറപ്പെട്ടത്. അമ്മയുടെ പരസ്യ ജീവിതം ആരംഭിച്ചു. പരസ്യ ജീവിതത്തിൽ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം അമ്മ നടത്തിയത് സ്നാപകനോടാണ്. അമ്മ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ സ്നാപകൻ കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. അതാണ് വചനം എഴുതി വച്ചിരിക്കുന്നത്. കുതിച്ച് ചാടി എന്ന് പറയുന്നത് ഇതാണ് ഇവിടെയും സംഭവിക്കേണ്ടത്. ഇതിനപ്പുറത്തൊന്നും ഇവിടെ സംഭവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിനും ആഗ്രഹമില്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും നിങ്ങൾ ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. അതെല്ലാം പുറത്ത് വെച്ചിട്ട് നിങ്ങളുടെ ആത്മാവ് മാത്രം ഇതിനകത്തേക്ക് പ്രവേശിച്ചാൽ മതി. നിങ്ങളുടെ ഒയിറ്റിയോ കടബാധ്യതയോ രോഗങ്ങളോ ഒന്നും ഇതിനകത്തേക്ക് കൊണ്ടുവരണ്ട. പുറത്തുപോയി നിങ്ങളുടെ ആത്മാവ് പ്രവേശിക്കട്ടെ. ആത്മാവിലേക്ക് എങ്കിലേ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ വചനവും കൊണ്ട് നിങ്ങളുടെ ഒയിറ്റി പോകും, ദൈവത്തിൻ്റെ വചനവും കൊണ്ട് നിങ്ങളുടെ IELTS പോകും, ദൈവത്തിൻ്റെ വചനവും കൊണ്ട് നിങ്ങളുടെ രോഗങ്ങളും പോകും, ദൈവത്തിൻ്റെ വചനവും കൊണ്ട് നിങ്ങളുടെ മക്കളും ഭർത്താവിൻ്റെ മദ്യപാനവും ദൈവത്തിൻ്റെ വചനവും കൊണ്ട് പോകും. നിങ്ങളുടെ ആത്മാവിന് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഈശോ നിങ്ങളോട് പറയുന്നു, ഇൻറ്റൻഷൻസ് എല്ലാം യു ഹാവ് ടു കീപ്പ് ഇറ്റ് ഔട്ട്. നിങ്ങൾ പുറത്ത് വെച്ചാൽ മതി. അതൊന്നും ഇതിനകത്ത് പ്രവേശിക്കേണ്ട. നിങ്ങളുടെ ആത്മശരീരങ്ങൾ പ്രവേശിക്കട്ടെ. അവിടെ ഈശോയ്ക്ക് പ്രസംഗിക്കാനുള്ളത് നിങ്ങളുടെ ആത്മാവ് മാത്രം കേൾക്കാൻ ഇടവരട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു ചെറിയൊരു ബ്രേക്കാണേ. എഴുന്നേറ്റ് നിൽക്കാം, കണ്ണടച്ചേ. ഇപ്പം നമ്മൾ കേട്ട വചനം ഈശോയെ എന്ത് കേട്ടപ്പോഴാണ് അത് എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നിയത്. അവിടെ എനിക്കൊരു മാറ്റം ആവശ്യമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈശോയെ, എന്നെ നീ തിരുത്തണമേ. ഞാനൊന്നുമല്ല ഈശോയെ എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ എല്ലാമായ നീ എന്നോടുകൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് നിന്നെ അനുഭവിച്ചറിയുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, വിശുദ്ധരോട് മാധ്യസ്ഥം തേടാനാണ് ഞാൻ പഠിച്ചേക്കണത്. അതിൽ നിന്ന് വിശുദ്ധരുടെ ജീവിതം പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. കർത്താവേ, എന്നെ നീ പഠിപ്പിക്കണമേ. വിശുദ്ധരെ മാധ്യസ്ഥം തേടാനുള്ളതല്ല, മറിച്ച് അവരുടെ ജീവിതം ഞാൻ പഠിക്കണം, കണ്ടുപഠിച്ച് അവരെ മാതൃകയാക്കണം. ഈശോ തന്നില്ലേ അവരെ? സ്വർഗത്തിലെത്താനുള്ള വഴിയാണ് വിശുദ്ധർ. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഒരുക്കണമേ. ഈ കേട്ട വചനം ഞങ്ങളുടെ ആത്മാവിൽ മാംസം ധരിക്കുവാൻ അവിടെ നിന്ന് ഇടവരുത്തി തരണമേ. ഇത് ഞങ്ങൾ ശ്രവിച്ചപ്പോൾ എവിടെ ഞങ്ങൾക്ക് മാറ്റം വരണമെന്ന് ഞങ്ങൾക്ക് തോന്നിയോ അവിടെ എൻ്റെ നല്ല ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് തിരുത്തണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ആമേൻ. ഇപ്പോൾ ഒരു ബ്രേക്കാണ്. നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകാനോ അത്യാവശ്യം വെള്ളം കുടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി.